Okay, good afternoon. Good afternoon, ma'am. Good afternoon. Good Okay. afternoon, ma'am. ഏത് ചാപ്റ്റർ എടുത്തോണ്ടിരിക്കുക? ഡയറ്ററി സർവീസില് എന്തോരം എടുത്തു? എത്ര വരെ എടുത്ത ഡയറ്ററി സർവീസില്? ഇനി High protein diet എക്സാമ്പിൾ ഹൈ പ്രോട്ടീൻ ഡയറ്റ് വരെ അല്ലേ എടുത്തത്? Yes, ma'am. ഓക്കെ, ഹൈ പ്രോട്ടീൻ ഡയറ്റ് പറഞ്ഞായിരുന്നോ? പറഞ്ഞായിരുന്നു നോട്ട് എന്താണെന്ന് പറഞ്ഞായിരുന്നു? പറഞ്ഞു നോട്ടും തന്നായിരുന്നു. നോട്ട് തന്നു. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ലിക്വിഡ് ഡയറ്റോടേക്ക് തുടങ്ങാം. അപ്പൊ ജസ്റ്റ് അതിന് മുമ്പ് നമുക്കൊന്ന് ജസ്റ്റ് റിവൈൻഡ് ചെയ്യാം. എന്താണ് കാർഡിയാക് ഡയറ്റ് എന്ന് പറഞ്ഞാല്? എന്താണ് ഒരു കാർഡിയാക് ഡയറ്റ്? ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞേ. കാർഡിയാക് ഡയറ്റ് എന്താണ്? It is a diet focused on reducing sodium, fat, and cholesterol intake. Okay. Then next, low sodium diet എന്ന് പറഞ്ഞാലോ? Low sodium diet. എന്താണ് ലോ സോഡിയം ഡയറ്റിൽ? എങ്ങനെയുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നത്? ആ ഡയറ്റ് Reduce the amount of sodium in their. ഓക്കെ, ഇങ്ങനെയുള്ള ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള പേഷ്യൻസിനാണ് അല്ലെ ലോ സോഡിയം ഡയറ്റ് യൂസ് ചെയ്യുന്നത്. റീനൽ ഡയറ്റിന്റെ മറ്റൊരു പേരെന്താണ്? റീനൽ ഡയറ്റിന്റെ മറ്റൊരു പേരെന്താണ്? ഓക്കെ, ഇനി അത് എങ്ങനെയുള്ള ഡയാലിസിസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നിലവിലെ കിഡ്നി ഫെയിലർ ഉള്ള പേഷ്യൻസ് ഒക്കെ യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള ഡയറ്റ് ആണ് റീനൽ ഡയറ്റ് എന്ന് പറയുന്നത് അല്ലെ. നെക്സ്റ്റ് സോഫ്റ്റ് ഡയറ്റോ? എങ്ങനെയാണ് സോഫ്റ്റ് ഡയറ്റിന്റെ കാര്യം? എങ്ങനെയുള്ള ഭക്ഷണങ്ങളായിരിക്കണം അതിൽ ഉൾപ്പെടുത്തേണ്ടത്? ഈസിലി ഡൈജസ്റ്റബിൾ ആൻഡ് സോഫ്റ്റ് ഇൻ ടെക്സ്ചർ ആയിട്ടുള്ള. ഓക്കെ, ഡയബറ്റിക് ഡയറ്റ് ആണെങ്കിലോ? Sugar free fruits, sugar free high fiber content. ഹൈ ഫൈബർ കണ്ടന്റ് ഉള്ള ഡയബറ്റിക് പേഷ്യൻസ് യൂസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഡയറ്റ് ആണ് അല്ലെ ഡയബറ്റിക് ഡയറ്റ് എന്ന് പറയുന്നത്. ഇനി ഹൈ പ്രോട്ടീൻ ഡയറ്റ്. ഹൈ പ്രോട്ടീൻ ഡയറ്റിൽ എങ്ങനെയുള്ള ഫുഡാണ് വേണ്ടത്? ഹൈ പ്രോട്ടീൻ ഡയറ്റില് Rich in പ്രോട്ടീൻ ഉള്ള ഭക്ഷണങ്ങളായിരിക്കണം ഉൾപ്പെടുത്തേണ്ടത്. ഇനി അത് ഏതൊക്കെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും നമ്മുടെ ഹൈ പ്രോട്ടീൻ ഡയറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നത്? Children's വേണ്ടിയിട്ട് pregnancy. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ നമ്മള് മൊത്തം 7 ടൈപ്പ് ഓഫ് ഡയറ്റ്സുകൾ ഉണ്ട്. അതില് 6 പറഞ്ഞു അല്ലെ. ലാസ്റ്റ് വൺ ആണ് ലിക്വിഡ് ഡയറ്റ്. അപ്പൊ നോട്ട് ചെയ്ത നോട്ടിലൊന്ന് എഴുതിക്ക ലിക്വിഡ് ഡയറ്റ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് എഴുതി വെച്ചിട്ട് ബാക്കിയുള്ളതിലേക്ക് പോവാം കേട്ടോ. ഓക്കെ, അപ്പൊ എഴുതിക്കോ ലിക്വിഡ് ഡയറ്റ്. നെക്സ്റ്റ് വൺ ആണ് ലിക്വിഡ് ഡയറ്റ് എന്ന് പറയുന്നത്. എന്താണ് ലിക്വിഡ് ഡയറ്റ്? എ ഫുൾ ലിക്വിഡ് ഡയറ്റ് മീൻസ് a full liquid diet means a full diet means a person eats no solid foods. A person eats no solid foods and only consumes liquid such as soups and juices. ഒന്നുകൂടി വായിക്കാം, ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കിട്ടാത്തവരാണെങ്കിൽ ലിക്വിഡ് ഡയറ്റിനെ പറ്റിയാണ് പറയുന്നത്. എ ഫുൾ ലിക്വിഡ് ഡയറ്റ് മീൻസ് എ പേഴ്സൺ ഈറ്റ്സ് നോ സോളിഡ് ഫുഡ്സ് ആൻഡ് ഓൺലി കൺസ്യൂംസ് ലിക്വിഡ്സ് സച്ച് ആസ് സൂപ്സ് ആൻഡ് ജ്യൂസസ്. കിട്ടിയോ ലിക്വിഡ് ഡയറ്റ് എന്താണ് പറഞ്ഞത്? ഓക്കെ, അപ്പോ ലിക്വിഡ് ഡയറ്റ്, ഒരു ഫുള്ളി ലിക്വിഡ് ഡയറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആ അതില്
സോളിഡ് ആയിട്ടുള്ള ആ കൺസ്യൂം ചെയ്യുന്ന ആരാണ് കഴിക്കുന്ന ആളാരാണോ അയാളാണ് കൺസ്യൂമർ എന്ന് പറയുന്നത്. അപ്പൊ ആ കൺസ്യൂമേഴ്സ് എങ്ങനെയാണ് അത് ചെയ്യുന്നത്? ഒരു ഫുള്ളി ലിക്വിഡ് ഡയറ്റ് ആണെങ്കിൽ അവര് ഒരു സോളിഡ് ആയിട്ടുള്ള പദാർത്ഥങ്ങളും ഭക്ഷിക്കുന്നില്ല. സോളിഡ് എന്ന് പറയുന്ന ആന്തര പദാർത്ഥങ്ങൾ അങ്ങനെ കട്ടിയുള്ള ഭക്ഷണങ്ങൾ ഒന്നും കഴിക്കാതെ ലിക്വിഡ് ആയിട്ടുള്ളവ മാത്രം കൺസ്യൂം ചെയ്യുന്ന ഒരു ഡയറ്റ് ആണ് ലിക്വിഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ലിക്വിഡ് ആയിട്ടുള്ള ജ്യൂസസോ സൂപ്സോ പോലെയുള്ളവയാണ് അവർ കൺസ്യൂം ചെയ്യുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ലിക്വിഡ് ഡയറ്റുകൾ ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യുന്നത് ആർക്കൊക്കെയായിരിക്കും? കുട്ടികൾക്ക്. ശരിയാണ്, ബേബീസിന് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാ മറ്റു വേറെ ആർക്കെങ്കിലും ഒക്കെ ലിക്വിഡ് ഡയറ്റുകൾ കൊടുക്കാറുണ്ടോ എന്ന് പറഞ്ഞു നോക്കിയേ. സർജറി കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ എന്താ കിടപ്പ് രോഗികൾ അല്ലെ, അതായത് ട്യൂബിലൂടെയൊക്കെ ഭക്ഷണം കഴിക്കേണ്ടതായിട്ട് വരുന്ന അങ്ങനെയുള്ള ചവച്ചരിച്ച് കഴിക്കാനായിട്ടുള്ള പറ്റാത്ത പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ട്യൂബിലൂടെയൊക്കെ ഭക്ഷണം കൊടുക്കുന്നതെങ്കിൽ ലിക്വിഡ് ഡയറ്റുകളായിട്ടാണ് അല്ലെ, നമ്മുടെ എല്ലാം അരച്ച് അല്ലെങ്കിൽ ജ്യൂസസ് പോലെയുള്ള ഐറ്റംസ് ഒക്കെ ആയിട്ടാണ് നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ലിക്വിഡ് ഡയറ്റുകൾ, പിന്നെ ചിലര് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ലിക്വിഡ് ഡയറ്റുകൾ ഫോളോ ചെയ്യുന്നവരുണ്ടാവും കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിപ്പോ ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഡയറ്റുകളൊക്കെ ഓരോ തരം ഡയറ്റുകളും ഓരോ പേഷ്യൻസിന്റെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് ഡിസൈൻ ചെയ്ത് പ്ലാൻ ചെയ്തിരിക്കുന്ന ഡയറ്റുകളാണ്. അപ്പൊ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല, ഓരോരുത്തരുടെയും പേഷ്യൻസിന്റെയും കണ്ടീഷൻ അനുസരിച്ച് ഓരോ ഡയറ്റുകൾ വ്യത്യാസം വരാം. അപ്പൊ ഈ എക്സാമ്പിൾസ് ഫോർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റ് ഏതെണ്ണം ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. നെക്സ്റ്റ് വൺ ആണ് ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ. അതായത് ഇവിടെ നമ്മൾ ഏതൊരു ഡിപ്പാർട്ട്മെന്റ് പഠിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിന്റെ ലൊക്കേഷൻ ഒക്കെ പഠിക്കാറുണ്ട് അല്ലെ. ഇപ്പൊ ഇവിടെ ഡയറ്ററി സർവീസുമായി ബന്ധപ്പെട്ടും അതിന്റെ ലൊക്കേഷൻ ആൻഡ് ഡിസൈനിന്റെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാറുണ്ട്. അപ്പൊ നോക്കിയേ, ഇറ്റ് ഈസ് എ ഗ്രൗണ്ട് ഫ്ലോർ ദാറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രിഫറബിളി ലൊക്കേറ്റഡ്. ഏറ്റവും അനുയോജ്യമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ഈ ഡിപ്പാർട്ട്മെന്റ് വരണ്ടേന്ന് പറയുന്നത് എവിടെയാണ്? ഗ്രൗണ്ട് ഫ്ലോർ അല്ലെങ്കിൽ താഴത്തെ നിലയിലാണ്. കാരണം എന്താ, അവിടെ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലെ, ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ ഭക്ഷണം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനും ഒക്കെ ആയിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം അല്ലെങ്കിൽ ഏറ്റവും അഭികാമ്യമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോർ അല്ലെങ്കിൽ താഴത്തെ നില തന്നെയാണ്. എന്നാൽ ആ ഹോസ്പിറ്റലിലെ സ്ഥലപരിമിതികൾ മൂലമൊക്കെ ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ചിലപ്പോൾ വെക്കാൻ പറ്റണമെന്നൊന്നുമില്ല. അപ്പൊ അതിനനുസരിച്ച് ചില വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷെ ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുണ്ടെങ്കിൽ ഏറ്റവും അനുയോജ്യമായിട്ട് വരേണ്ട ലൊക്കേഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? ഗ്രൗണ്ട് ഫ്ലോർ അല്ലെങ്കിൽ താഴത്തെ നിലയിലാണ്. നെക്സ്റ്റ് നോക്കി, the designs and the physical facilities of the department have an importance on the standard of food service, labor cost and the morale of employees. ഇനി സെക്കൻഡ് പറഞ്ഞ അവിടുത്തെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസൈൻ, ആ ഒരു ഭാഗം, ആ ഒരു വിഭാഗത്തിലെ അവിടുത്തെ ഡിസൈൻ രൂപകൽപ്പന, അതുപോലെ തന്നെ അവിടെ ഫിസിക്കൽ ഫെസിലിറ്റീസ്, അവിടുത്തെ ഭൗതിക സൗകര്യങ്ങൾ, അപ്പൊ ഇവയെല്ലാം ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു വിഭാഗത്തിലെ അവിടുത്തെ രൂപകൽപ്പന ഡിസൈൻ എങ്ങനെയാണ്, അതുപോലെ അവിടുത്തെ ഫിസിക്കൽ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ഭൗതിക സൗകര്യങ്ങൾ എങ്ങനെയാണ് എന്നതൊക്കെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്? ഓൺ ദ സ്റ്റാൻഡേർഡ് ഓഫ് ഫുഡ് സർവീസ്, അവര് നൽകുന്ന ഫുഡ് സർവീസ് അല്ലെങ്കിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട സേവനങ്ങളുടെ നിലവാരം എന്ത് ചെയ്യുന്നു? കൂട്ടുന്നു. അതുപോലെ തന്നെ ലേബർ കോസ്റ്റുകൾ, അവിടെ ലേബേഴ്സ് ആരാണ്? അവിടെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ അല്ലെ. അപ്പൊ അവരുടെ ലേബർ കോസ്റ്റുകൾ അല്ലെങ്കിൽ അവർക്ക് ചിലവാകുന്ന സാലറി പരമായിട്ടുള്ള ചിലവുകൾ, ലേബർ കോസ്റ്റുകൾ. ആൻഡ് മൊറൈൽ ഓഫ് എംപ്ലോയീസ്. എന്താണ് മൊറൈൽ എന്ന് പറയുന്നത്? മനോവീര്യം അല്ലെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ലെവൽ എന്ന് പറയാം. അപ്പൊ അവിടുത്തെ എംപ്ലോയീസിന്റെ മൊറൈൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടാനായിട്ടും, അതുപോലെ അവിടുത്തെ ലേബർ കോസ്റ്റുകൾ കൂടാനായിട്ടും, അതുപോലെ അവിടെ നൽകുന്ന ആ ഭക്ഷണവുമായി ബന്ധപ്പെട്ട സർവീസ് അല്ലെങ്കിൽ സേവനവുമായി ബന്ധപ്പെട്ട നിലവാരം, അതിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ് കൂട്ടാനായിട്ടൊക്കെ ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഡിസൈൻ ആൻഡ് ഫിസിക്കൽ ഫെസിലിറ്റീസിൽ വളരെ പ്രാധാന്യം നൽകുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ വലിയൊരു ഹോട്ടലിൽ ചെന്നു, ഇപ്പൊ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ നമ്മൾ ഫുഡ് കഴിക്കാൻ ചെന്നു, അതുപോലെ തന്നെ ഒരു സാധാ ഹോട്ടലിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പൊ അത് തമ്മിൽ എന്തായിരിക്കും വ്യത്യാസം? ആ 5 സ്റ്റാർ ഹോട്ടലിലെയും സാധാ ഒരു ഹോട്ടലിലെയും അവിടുത്തെ ആ സേവനങ്ങളും അവിടുത്തെ ആ ഒരു സ്റ്റാഫുകളും ഒക്കെ അവരുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലേബർ പോസ്റ്റുകളൊക്കെ എങ്ങനെയായിരിക്കും? വ്യത്യാസം ഉണ്ടാവോ? വ്യത്യാസം ഉണ്ടാവില്ലേ? അപ്പൊ അതിലാണ് നമ്മളിപ്പോ ഒരു വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ പോവാണെങ്കിൽ അവിടുത്തെ ആ ഒരു ഫുഡ് സർവീസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും?
അവിടുത്തെ ഒരു ഫുഡ് സർവീസ് എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു സാധാ ഒരു ഹോട്ടലിനെ അപേക്ഷിച്ചിട്ട് ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് ഒരു ഫുഡ് സർവീസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? വളരെ ഡെഡിക്കേറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ വളരെ സ്റ്റാൻഡേർഡോട് കൂടിയായിരിക്കും അല്ലെ? സ്റ്റാൻഡേർഡ് ലെവലിലുള്ള സേവനമായിരിക്കും നമുക്ക് അവിടെ നിന്ന് കിട്ടുക. അതായത് സാധാ ഹോട്ടലിൽ ചെന്നാലോ അത്രയ്ക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സേവനം നമുക്ക് കിട്ടണമെന്നുണ്ടോ? ഉണ്ടോ? അത്രയും സ്റ്റാൻഡേർഡ് ലെവലിൽ കീപ്പ് ചെയ്യണമെന്നൊന്നുമില്ല. അതുപോലെ തന്നെ അവിടുത്തെ ലേബർ കോസ്റ്റുകൾ, അവിടെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ എങ്ങനെയാണ്? ഒരു 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് സാലറി എങ്ങനെയായിരിക്കും അവരുടെ സാലറി? അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ചെലവുകൾ വരിക കൂടുതലായിരിക്കും അല്ലെ? അവർക്ക് കൂടുതലായിരിക്കും. അപ്പൊ അതുപോലെ തന്നെ അതേസമയം ചെറിയൊരു ഹോട്ടലിലാണ് ജോലി ചെയ്യുന്നവർക്ക് അത്രയും വലിയ സാലറിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ അവിടുത്തെ എംപ്ലോയീസിന്റെ ഒരു കോൺഫിഡൻസ് ലെവല്, അപ്പൊ ഇപ്പൊ നല്ല 5 സ്റ്റാർ ഹോട്ടലിലാണെങ്കിൽ അവരുടെ ആ ഒരു ലുക്കിൽ തന്നെ ഭയങ്കര ഒരു വ്യത്യാസം ഉണ്ടാവും അല്ലെ? ഭയങ്കര കോൺഫിഡന്റ് ലെവലിൽ നിന്ന് നമ്മളോട് സംസാരിക്കുകയും നമുക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങളൊക്കെ തരികയും ചെയ്യുന്നത് അത് അവരുടെ ആ ഒരു കോൺഫിഡൻസ് കൂട്ടാനായിട്ട്. അത് എന്തുകൊണ്ടാണ്? അവരുടെ ആ ഹോട്ടലിന്റെ ആ ഒരു നിലവാരം അതിനനുസരിച്ച് ഉയർന്നതാണ്. അതുകൊണ്ടാണ് അവിടെ അതിനനുസരിച്ചുള്ള സേവനവും അതുപോലെ അതിനനുസരിച്ചുള്ള ആളുകളുടെ കോൺഫിഡൻസ് ലെവലൊക്കെ കൂട്ടാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതേസമയം സാധാരണ ഒരു ഹോട്ടലിലാണെങ്കിൽ അവിടെ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസോ സൗകര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ അതുമായി ബേസ് ചെയ്തിട്ട് അവിടെ വരുന്ന എല്ലാ സേവനങ്ങളും എന്തായിരിക്കും? അത്ര വലിയ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നിലവാരം ഒന്നും പുലർത്തുന്നതായിട്ട് വേണമെന്നില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ഒരു ഡയറ്ററി സർവീസുമായി ബന്ധപ്പെട്ടും ഈ ഡയറ്ററി സർവീസിന്റെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ അവിടുത്തെ ഡിസൈനും അവിടുത്തെ ഫിസിക്കൽ ഫെസിലിറ്റീസും എത്രത്തോളം ഉയരുന്നു അല്ലെങ്കിൽ എത്രത്തോളം മികച്ചതാവുന്നു അതിനനുസരിച്ച് അവിടുത്തെ ഫുഡ് സർവീസിന്റെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നിലവാരം ഉയരും. അതുപോലെ തന്നെ ലേബർ കോസ്റ്റുകൾ കൂടും. എന്താ? എംപ്ലോയീസിന്റെ കോൺഫിഡൻസ് ലെവലും കൂടാൻ സഹായിക്കുന്നു. ഇത് ആ ഒരു പോയിന്റ് എന്താണെന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാഫിംഗില് നമ്മളിപ്പോ ബ്ലഡ് ബാങ്ക് ഒക്കെ പഠിച്ചപ്പോ ഓർഗാനോഗ്രാം ഒക്കെ പഠിച്ചല്ലോ അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും ഒരു റിലേഷൻഷിപ്പ് ആണ്. അതായത് ഓരോരുത്തരുടെയും ആ പൊസിഷൻ അനുസരിച്ച് അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് പറയുന്നത്. അപ്പൊ ഇത് ചോദിക്കാറുണ്ട് കേട്ടോ ക്വസ്റ്റ്യന്. സ്റ്റാഫിംഗില് കറക്റ്റ് ഓർഡറിലുള്ളത് ചൂസ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഓർഡേഴ്സ് തന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരെണ്ണം മിസ്സിംഗ് ആയിട്ട് ഡാഷ് ഇട്ട് തന്നിട്ടുണ്ടാവും. അപ്പൊ ആ മിസ്സിംഗ് ആയ ഒരെണ്ണം കറക്റ്റ് ആയിട്ട് ആ ഓപ്ഷൻ ചെയ്തെടുത്ത് ചൂസ് ചെയ്ത് എഴുതാറുണ്ടാവും. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഇതിൽ വരാറുണ്ട്. അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സിന് കീഴിൽ വരുന്നത് ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗം നോക്കി വെച്ചേക്കാം കേട്ടോ. അപ്പൊ നോക്കി, മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് ഫസ്റ്റ് ഹെഡ് ആയിട്ട് വരുന്ന ആരാണ്? മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് ആണ്. അതിന് അവരുടെ താഴെ മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് കീഴിലായിട്ട് വരുന്നതാണ് ചീഫ് ഡയറ്റീഷ്യൻ. അതിന് കീഴിലായിട്ട് വരുന്നതാണ് ഡയറ്റീഷ്യൻ. ഇനി അവരുടെ ഡയറ്റീഷ്യന് കീഴിലായിട്ട് വരുന്നതാണ് സൂപ്പർവൈസേഴ്സ്. അപ്പൊ എന്തൊക്കെയാണ്? മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്, അതിന് കീഴിലായിട്ട് ആര് വരുന്നു? ചീഫ് ഡയറ്റീഷ്യൻ വരുന്നു. ചീഫ് ഡയറ്റീഷ്യന് കീഴിലായിട്ട് ഡയറ്റീഷ്യൻ വരുന്നു. ഡയറ്റീഷ്യന് കീഴിലായിട്ട് സൂപ്പർവൈസേഴ്സ് വരുന്നുണ്ട്. ഈ സൂപ്പർവൈസേഴ്സിന് കീഴിലായിട്ട് 2 വിഭാഗം വരുന്നുണ്ട്. ഒരെണ്ണം വരുന്നത് കുക്കാണ്. ഓക്കെ, ഇനി കുക്കിന് കീഴിലായിട്ട് അസിസ്റ്റന്റ് കുക്സ് ഉണ്ടാവും അല്ലെ? മെയിൻ ഷെഫായിട്ട് ഒരാൾ നിൽക്കും. അതിന്റെ കീഴിലായിട്ട് നമുക്ക് സഹായിക്കാനായിട്ട് അസിസ്റ്റന്റ് കുക്കുകൾ ഉണ്ടാവും. അപ്പൊ ഇവിടെ കുക്ക് സൂപ്പർവൈസേഴ്സിന് കീഴിൽ 2 ആളാണ്, 2 ഗ്രൂപ്പുകാരാണുള്ളത്. കുക്കും ദെൻ ബെയറേഴ്സ്. ബെയറേഴ്സ് ആരാ? നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ബെയറേഴ്സ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോ ആ ഒരു പേര് കേട്ടിട്ടുണ്ടോ? അപ്പൊ ആരാണ് ബെയറേഴ്സ്? ആരാണ് ബെയറേഴ്സ്? ആരാണെന്ന് ആലോചിച്ച് നോക്കിയേ. സെർവ് ചെയ്യുന്ന ആൾക്കാർ അല്ലെ? ഫുഡ് സെർവ് ചെയ്യുന്ന ആൾക്കാർ, ഫുഡ് സപ്ലൈ ചെയ്യുന്ന ആളുകളാണ് ബെയറേഴ്സ് എന്ന് പറയുന്നത്. ഇനി ബെയറേഴ്സിന് കീഴിലായിട്ട് വരുന്നവരാണ് ക്ലീനേഴ്സ് അല്ലെ? ഭക്ഷണം കൊടുത്താൽ മാത്രം പോരല്ലോ, അവർ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയ ഒക്കെ ക്ലീൻ ചെയ്തിടാനായിട്ട് ക്ലീനേഴ്സ് വേണം. അപ്പൊ അത് ആരുടെ കീഴിൽ വരുന്നതാണ്? ബെയറേഴ്സിന്റെ കീഴിൽ വരുന്നതാണ് ക്ലീനേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആരൊക്കെയാണ്? മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്, അതിന് കീഴിലായിട്ട് ചീഫ് ഡയറ്റീഷ്യൻ വരുന്നു. ചീഫ് ഡയറ്റീഷ്യന്റെ കീഴിലായിട്ട് ഡയറ്റീഷ്യൻ വരുന്നുണ്ട്. ഇനി ഡയറ്റീഷ്യന്റെ കീഴിലായിട്ട് സൂപ്പർവൈസേഴ്സ് വരുന്നുണ്ട്. സൂപ്പർവൈസേഴ്സിന്റെ കീഴിലായിട്ട് 2 വിഭാഗക്കാർ വരുന്നുണ്ട്, കുക്കും അതുപോലെ തന്നെ ബെയറേഴ്സും. കുക്കിന് കീഴിലായിട്ട് അസിസ്റ്റന്റ് കുക്കുകളും ബെയറേഴ്സിന് കീഴിലായിട്ട് വരുന്നവരാണ് ക്ലീനേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാഫിംഗ് എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെച്ചേക്കണം കേട്ടോ. ചെറിയൊരു ചാപ്റ്റർ ആണെങ്കിൽ കൂടി ചില ഭാഗങ്ങൾ കുറച്ച് സ്പെസിഫിക് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സ്റ്റാഫിംഗ് ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് നമുക്ക് പോവാം.
നെക്സ്റ്റ് വൺ ആണ് റോൾ ഓഫ് ഡയറ്റീഷ്യൻസ്. അതായത് ഡയറ്റീഷ്യൻസിന് ഒത്തിരി റോൾ അല്ലെങ്കിൽ ഒത്തിരി ഡ്യൂട്ടികൾ അവർ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിൽ അവർ ഡയറ്റീഷ്യൻസിന്റെ റോൾ എന്തൊക്കെയാണ്? 4 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. 4ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ്, സെക്കൻഡ് വൺ ആണ് ഡയറ്റ് കൗൺസിലിംഗ്, തേർഡ് വൺ ആണ് കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് ആൻഡ് ഫോർത്ത് വൺ ആണ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. അതിലെ 4 റോളുകളും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 4 റോൾസും നോട്ട് ചെയ്ത് വെച്ചേക്കണം. 4 റോൾസും നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ നോക്കാം, ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. ആരാണ് ഇൻപേഷ്യൻസ് എന്ന് പറയുന്നത്? ആരാണ് ഇൻപേഷ്യൻസ് എന്ന് പറഞ്ഞാൽ പേരിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. ഇൻപേഷ്യൻസ് എന്ന് പറയുമ്പോ ആരാ? അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെ. അവിടെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സ നേടുന്ന പേഷ്യൻസ് ആണ് ഇൻപേഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇൻപേഷ്യന്റ് കാറ്ററിംഗ്, കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടതാണ്. കാറ്ററിംഗ് കാറ്ററിംഗ് ഫുഡ് അല്ലെ, ഫുഡ് ഉണ്ടാക്കുക എന്നല്ലേ പ്രധാനമായിട്ടും കാറ്ററിംഗിൽ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഫുഡ് കുക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ ഇൻപേഷ്യന്റ് കാറ്ററിംഗ് ആർക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കുന്നതായിരിക്കും? ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറയുമ്പോ ആർക്കുള്ള ഭക്ഷണമാണ് അവിടെ ഉണ്ടാക്കുക? പേഷ്യൻസിനാണ്. എങ്ങനെയുള്ള പേഷ്യൻസിനായിരിക്കും? അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന്. വെരി ഗുഡ്. അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനാണ് ഇവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് നൽകുന്നത്. അപ്പൊ ആ പേരിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് പഠിക്കാൻ ഇൻപേഷ്യന്റ് കാറ്ററിംഗ്, അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി ട്രീറ്റ്മെന്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻസിനുള്ള ഫുഡുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗിൽ വരുന്നത്. അപ്പൊ നമുക്ക് ഇൻപേഷ്യന്റ് കാറ്ററിംഗ് നോക്കാം. Inpatient catering, it deals with the provision of meals to the patients who are admitted in the hospital. Hospital admit ആയിട്ടുള്ള പേഷ്യൻസിന് മീൽസ് പ്രൊവൈഡ് ചെയ്യുക, ഈ ഭക്ഷണങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗിൽ വരുന്നത്. It should be a balanced diet that provides sufficient calories considering the type of underlying illness, any extra nutritional needs and the normal food habits of patients in the state. ഇനി ഇവിടെ ഒരു നോർമൽ ഒരു ഫുഡ് ഹാബിറ്റ് എങ്ങനെയാണ്? അതായത് ഓരോ പേഷ്യൻസും ഓരോരോ സ്റ്റേറ്റിൽ നിന്ന് വരുന്നവരായിരിക്കും അല്ലെ. ഇപ്പൊ നമ്മുടെ കേരള സ്റ്റേറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ താമസിക്കുന്നവരുടെ പ്രധാനമായിട്ടുള്ള നമ്മുടെ ഒരു നോർമൽ ഫുഡ് ഹാബിറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ട് നമ്മുടെ നോർമൽ ഫുഡ് റൈസ് ആണ് അല്ലെ. നമ്മുടെ അരി ആഹാരങ്ങളാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. നമ്മുടെ ആ ഒരു കേരളത്തിന് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്റ്റേറ്റിന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഈ നോർമൽ ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റിൽ ഉൾപ്പെടുന്നതാണ്. എന്നാൽ ഒരു നോർത്ത് ഇന്ത്യൻ സൈഡിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റേറ്റുകളിലൊക്കെ അവരെങ്ങനെയായിരിക്കും? അവരുടെ ഭക്ഷണത്തിൽ പ്രധാനമായിട്ട് വീറ്റ് ഒക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഓരോരുത്തരും ഇപ്പൊ നമ്മുടെ കേരളം വിട്ട് മറ്റേത് സംസ്ഥാനങ്ങളിൽ ചെന്നാലും അവർക്ക് അവരുടേതായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സുകൾ ഉണ്ടാവും. അപ്പൊ ഇവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും ഇവർ ചെയ്യണം? ഡയറ്റ് പ്ലാനുകൾ കൺസിഡർ ചെയ്തുകൊണ്ട് അവർക്കുള്ള ഭക്ഷണങ്ങൾ പ്രിപ്പയർ ചെയ്ത് നൽകണമല്ലോ. അപ്പൊ അങ്ങനെ ഭക്ഷണം പ്രിപ്പയർ ചെയ്ത് നൽകുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കിയേ, ആ ഒരു പേഷ്യന്റിന്റെ സ്റ്റേറ്റ്, അതായത് അവർ താമസിക്കുന്ന ആ ഒരു സംസ്ഥാനം എങ്ങനെയാണ്, അവിടുത്തെ അവരുടെ നോർമൽ ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യണം. കാരണം നമ്മളൊരു കേരളീയരാണ്. അപ്പൊ നമ്മുടെ നോർമൽ ആയിട്ടുള്ള നമ്മുടെ റൈസ് പോലെയുള്ള ഐറ്റംസ് ആണ് നമ്മൾ കൂടുതലും ഫുഡിൽ ഉൾപ്പെടുത്തുന്നത്. എന്നാൽ അത് മാറ്റി ഒരു വെസ്റ്റേൺ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ആ ഒരു മോഡേൺ ആയിട്ടുള്ള ഭക്ഷണ രീതികൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും അത് അഡ്ജസ്റ്റ് ആവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ആ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാണ്ടും ഇരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഡയറ്റ് പ്രിപ്പയർ ചെയ്ത് നൽകുന്ന സമയത്ത് അല്ലെങ്കിൽ ഫുഡ് പ്രിപ്പയർ ചെയ്ത് നൽകുന്ന സമയത്ത് അവരുടെ ആ ഒരു സ്റ്റേറ്റിന്റെ നോർമൽ ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ് എന്താണ് എന്നുള്ളത് കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ അവർക്ക് ഓരോ പേഷ്യൻസിന്റെയും കൺസിഡർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓരോ പേഷ്യന്റിനും അവർക്ക് എന്തെങ്കിലും എക്സ്ട്രാ ന്യൂട്രീഷണൽ നീഡ്സ് വേണോ, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ന്യൂട്രീഷണൽ കെയറുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യകതകൾ അവർക്കുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് അണ്ടർലൈൻ ഇൽനസ്, അവരുടെ ആ ഒരു രോഗാവസ്ഥയുടെ തരം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് സഫീഷ്യന്റ് ആയിട്ടുള്ള കലോറീസ് അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള എല്ലാ കലോറീസും അടങ്ങിയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ ഒരു സമീകൃത ആഹാരമായിരിക്കണം അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. കിട്ടിയോ? ഇൻപേഷ്യന്റ് കാറ്ററിംഗിൽ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഇൻപേഷ്യൻസിന് വേണ്ടിയിട്ട്, അതായത് അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ട് ഫുഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗിൽ വരുന്നത്. ഇനി അതിൽ രണ്ടാമതായിട്ട് വരുന്നത് എന്താ? അവിടെ കൊടുക്കേണ്ടതായിട്ടുള്ള ഭക്ഷണം എങ്ങനെയുള്ള ഭക്ഷണമായിരിക്കും? സഫീഷ്യന്റ് ആയിട്ടുള്ള എല്ലാ അത്യാവശ്യമായിട്ടുള്ള എല്ലാ കലോറീസും
അടങ്ങിയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ ഒരു സമീകൃത ആഹാരമാണ് അവർക്ക് നൽകേണ്ടത്. ഇനി അത് എന്തൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് അത് പ്രിപ്പയർ ചെയ്യേണ്ടത്? ആ പേഷ്യന്റിന്റെ സ്റ്റേറ്റ്, അവർ താമസിക്കുന്ന ആ ഒരു സംസ്ഥാനം, അതിന്റെ അവരുടെ സ്റ്റേറ്റിലെ നോർമൽ ഫുഡ് ഹാബിറ്റ് എന്താണ്, അതുപോലെ അവർക്ക് എന്തെങ്കിലും എക്സ്ട്രാ ന്യൂട്രീഷണൽ നീഡ്സ് ഉണ്ടോ, അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും രോഗാവസ്ഥയിൽ അവരുടെ ആ രോഗത്തിന്റെ തരം എന്താണ്, അതിനനുസരിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു ഡയറ്റ് പ്രിപ്പയർ ചെയ്താണ് അവർക്ക് നൽകേണ്ടത്. കിട്ടിയോ? ഇൻപേഷ്യന്റ് കാറ്ററിംഗ് ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഡയറ്റ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അതായത് ഡയറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ കൗൺസിലിങ്ങുകൾ കൊടുക്കുന്നു. ആർക്കാണ് ഡയറ്റ് കൗൺസിലിങ്ങുകൾ കൊടുക്കുന്നത് നോക്കിയേ? ക്യാൻ ബി ഗിവൺ ആസ് ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്കുകൾ. അതായത് ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡയറ്റുമായി ബന്ധപ്പെട്ട ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്കുകൾ അതുവഴി ഡയറ്റ് കൗൺസിലിങ്ങുകൾ ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അതാണ് ഡയറ്റ് കൗൺസിലിംഗ് അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്കുകളിലൂടെയാണ് നമ്മൾ ഡയറ്റ് കൗൺസിലിങ്ങുകൾ കൊടുക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഡയറ്റ് കൗൺസിലിംഗ് എപ്പോഴും പ്രധാനമായിട്ടും വരുന്ന വ്യക്തികൾ എന്ന് പറയുന്ന ഔട്ട് പേഷ്യൻസ് ആയിരിക്കും കേട്ടോ. അപ്പൊ ഇൻപേഷ്യൻസിന് വേണ്ടിയിട്ട് ഇൻപേഷ്യന്റ് കാറ്ററിംഗ് ഉണ്ടായിരുന്നു, ഔട്ട് പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്കുകൾ അല്ലെങ്കിൽ ഡയറ്റ് കൗൺസിലിങ്ങുകൾ കൊടുക്കുന്നത്. Okay, can be given as outpatient diet clinics when patients are referred by clinicians, dietitians to calculate their dietary needs in view of the body weight, underlying disease, food habits, availability and acceptability of various foods depending upon the economic condition of each patient. അപ്പൊ ആ ഒരു സെന്റൻസ് ഒരു ലോങ് സെന്റൻസ് ആണ്, അത് നമ്മൾ ഷോർട്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. അപ്പൊ അവിടെ എന്താണ്? ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്കുകളിലൂടെ ഡയറ്റ് കൗൺസിലിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ രണ്ടാമത് പറയുന്ന കാര്യം. അപ്പൊ ഇവിടെ ഔട്ട് പേഷ്യന്റ് ആയിട്ടുള്ള ഡയറ്റ് ക്ലിനിക്കുകൾ, ആ ഒരു ക്ലിനിക്കുകളിലേക്ക് പേഷ്യൻസ് എങ്ങനെയാണ് എത്തുന്നത്? അതായത് ഇപ്പൊ ഒരു ഡയബറ്റിക് ഉള്ള ഒരു പേഷ്യന്റ് ആണ്, ഫോർ എക്സാമ്പിൾ ഒരു ഡയബറ്റിക് ഉള്ള പേഷ്യന്റ് ആണെന്ന് വിചാരിക്കാം. ആ പേഷ്യന്റ് അവർ സാധാരണ നോർമൽ ആയിട്ട് അവരുടെ ആ ഒരു രോഗവുമായി ബന്ധപ്പെട്ട് കാണുന്ന ഏത് ഡോക്ടറാണോ അവരെ പോയി നേരെ കാണുന്നു. ഇപ്പൊ ഫിസിഷ്യൻ ആയിരിക്കാം, ആ ഒരു ഫിസിഷ്യനെ നേരിട്ട് പോയി കണ്ടു കഴിയുമ്പോൾ ഇവരുടെ രോഗാവസ്ഥയും അതുപോലെ അവരുടെ നോർമൽ ആയിട്ടുള്ള ഷുഗർ ലെവലൊക്കെ അവർ ടെസ്റ്റ് ചെയ്യും. അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ആ ഒരു ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ആ ഒരു നോർമൽ ലെവൽ അവർക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? അവരുടെ ഫുഡ് കൂടി കുറച്ച് കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഡയറ്റുകൾ അവർ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളില് ഡോക്ടേഴ്സ് ഇത് ആരിലേക്ക് റെഫർ ചെയ്യും? ഇവരെ ഡയറ്റീഷ്യൻസിന്റെ അടുത്തേക്ക് റെഫർ ചെയ്യും. അപ്പൊ അങ്ങനെ ഡയറ്റീഷ്യന്റെ അടുത്തേക്ക് ഇവരെ എത്തുകയാണ്. അപ്പൊ അവിടെ പേഷ്യന്റ് ആയിട്ടുള്ള ഡയറ്റ് ക്ലിനിക്കുകളിലാണ് ഈ ഡയറ്റീഷ്യൻസ് ഉണ്ടായിരിക്കുക. അപ്പൊ അവിടേക്ക് റെഫർ ചെയ്യുന്നു, അവർ ഈ ക്ലിനിക്കുകളിലോട്ട് എത്തുന്നു, അങ്ങനെ ഡയറ്റീഷ്യൻസിന്റെ അടുത്ത് എത്തി. ഇനി ഡയറ്റീഷ്യന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഡയറ്റീഷ്യൻ എന്ത് ചെയ്യണം? ഇവരുടെ രോഗവുമായി ബന്ധപ്പെട്ട് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ഡയറ്റ് പ്ലാനുകൾ അല്ലെങ്കിൽ ഡയറ്റുകളാണ് പ്രിപ്പയർ ചെയ്ത് നൽകേണ്ടത് അല്ലെ. എല്ലാവർക്കും സെയിം അല്ല. അപ്പൊ ആ ഡയറ്റീഷ്യൻസ് അങ്ങനെ ഒന്നും കാണാണ്ട് ഈ ഒരു പേഷ്യന്റിന് ഉടനെ തന്നെ ഒരു ഡയറ്റ് പ്രിപ്പയർ ചെയ്ത് നൽകുകയല്ല ചെയ്യുന്നത്. മറിച്ച് എന്താണ്? അവരുടെ ബോഡി വെയിറ്റ് എങ്ങനെയാണ്, വന്നിരിക്കുന്ന പേഷ്യന്റിന്റെ ബോഡി വെയിറ്റ് അതിനനുസരിച്ച് അതിനകത്ത് കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ അണ്ടർലൈൻ ഡിസീസ്, അവരുടെ ആ ഒരു രോഗാവസ്ഥ എന്താണ് എന്നുള്ളത് കൺസിഡർ ചെയ്യണം. അതുപോലെ അവരുടെ നോർമൽ ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ് എന്താണ് എന്നുള്ളത് കൺസിഡർ ചെയ്യണം. അതുപോലെ അവൈലബിലിറ്റി ആൻഡ് അക്സെപ്റ്റബിലിറ്റി ഓഫ് വേരിയസ് ഫുഡ്സ് അല്ലെ. ഇപ്പൊ അവരുടെ ഡയറ്റീഷ്യൻസ് ഓരോ ഭക്ഷണ പദാർത്ഥങ്ങള് ഈ ഒരു ഡയറ്റിൽ ഉൾപ്പെടുത്തി എന്ന് വിചാരിക്കാം. എന്നാൽ അത് നമുക്ക് അവൈലബിൾ അല്ലാത്ത ഐറ്റംസ് ആണെങ്കിലോ നമുക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റുമോ? ആ ഒരു ഡയറ്റ് ഇല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡയറ്റ് ആയിരിക്കണം ചെയ്യേണ്ടത്. അതുപോലെ അക്സെപ്റ്റബിലിറ്റി എന്താണ്? ചില ഭക്ഷണം ചിലർക്ക് ചില അലർജി കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ടാവും ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ. അതുപോലെ ചിലര് അങ്ങനെ ചില ഐറ്റംസ് കഴിക്കാത്തവരുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കേസുകളിലൊക്കെ അങ്ങനെ കഴിക്കാത്തതോ അല്ലെങ്കിൽ അവർക്ക് പറ്റാത്തതോ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ അവർക്ക് സ്വീകാര്യമല്ലാത്ത ഭക്ഷണങ്ങളാണ് ഈ ഒരു ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതെങ്കിൽ അവർ ആ ഒരു ഡയറ്റ് പ്ലാൻ എന്ത് ചെയ്യില്ല, അവർ ഫോളോ ചെയ്യാനായിട്ട് തയ്യാറാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അക്സെപ്റ്റബിലിറ്റി ആൻഡ് അവൈലബിലിറ്റി ആ ഭക്ഷണ പദാർത്ഥങ്ങളുടെ വേരിയസ് ഫുഡ്സിന്റെ അക്സെപ്റ്റബിലിറ്റി ആൻഡ് അവൈലബിലിറ്റി നോക്കണം. അതുപോലെ തന്നെ ഡിപ്പെൻഡിങ് അപ്പോൺ ദ എക്കണോമിക് കണ്ടീഷൻ ഓഫ് ഈച്ച് പേഷ്യന്റ്. അത് കൂടാതെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഏതൊരു പേഷ്യന്റിനും ഇങ്ങനെ ഒരു ഡയറ്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്ത് നൽകുമ്പോൾ അവരുടെ എക്കണോമിക് കണ്ടീഷൻ അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക സ്ഥിതിയും കൂടി കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു ഡയറ്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്ത് നൽകാനായിട്ട്. കാരണം എന്താ?
ഒരു സാധാരണക്കാരന് ചിലപ്പോ എല്ലാ ഭക്ഷണം ഇപ്പൊ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആണ് ഇവർക്ക് പ്രിപ്പയർ ചെയ്ത് നൽകുന്നതെങ്കിൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിക്ക് ആ ഒരു ഡയറ്റ് പ്ലാൻ ഒരിക്കലും ഫോളോ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, അവർക്ക് ഇത്രയും പൈസയൊക്കെ കൊടുത്ത് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും മേടിച്ച് ആ ഡയറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിക്കാനോ അല്ലെങ്കിൽ ആ ഒരു ഇതിനുള്ള പൈസയൊന്നും ചിലപ്പോൾ അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും വരുന്ന ഓരോ പേഷ്യൻസിനും അവരുടെ എക്കണോമിക് കണ്ടീഷൻ അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക സ്ഥിതിയും കൂടി കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം ഈ ഡയറ്റീഷ്യൻസ് ഡയറ്റ് പ്ലാനുകൾ ഇങ്ങനെയുള്ളവർക്ക് പ്രിപ്പയർ ചെയ്ത് നൽകാനായിട്ട്. അപ്പൊ ഡയറ്റ് കൗൺസിലിംഗിൽ പ്രധാനമായിട്ടും ഇവിടെ ഡയറ്റ് കൗൺസിലിംഗുകൾ ആർക്ക് വേണ്ടിയാണ്? ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളിലാണ് നൽകുന്നത്. ഇനി അവിടെ എന്താണ് വരുന്ന പേഷ്യൻസിന് അവരുടെ ഓരോ ഡിസീസ് കണ്ടീഷൻ, അവരുടെ ബോഡി വെയിറ്റ്, അതുപോലെ നോർമൽ ഫുഡ് ഹാബിറ്റ് എന്താണ്, ഇനി അവരുടെ വേരിയസ് ഫുഡ് ഐറ്റംസിന്റെ അവൈലബിലിറ്റി ആൻഡ് അക്സെപ്റ്റബിലിറ്റി, അതുപോലെ തന്നെ അവരുടെ എക്കണോമിക് കണ്ടീഷൻ അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി എന്നിവയൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആണ് ഡയറ്റ് കൗൺസിലിംഗ് വഴി അവര് പ്രൊവൈഡ് ചെയ്യേണ്ടത്. കിട്ടിയോ? ഡയറ്റ് കൗൺസിലിംഗിൽ എന്താണ് വരുന്നത്? നെക്സ്റ്റ് വൺ നോക്കി. Patients are usually given a diet to be followed by them along with certain foods either to be discarded or to be preferred. അല്ലെ, ഇപ്പൊ നമുക്കാണെങ്കിലും കുറെ അധികം ഭക്ഷണ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാവും അല്ലെ, എന്നാൽ ഇഷ്ടമില്ലാത്ത കുറെ ഐറ്റംസും ഉണ്ടാവും. അപ്പൊ അതിലിപ്പോ ഒരു ഡയബറ്റിക് ഉള്ള ഒരു പേഷ്യന്റ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ അത് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ആ ഒരു എക്സാമ്പിൾ എടുക്കുന്നത്. അപ്പൊ ഡയബറ്റിക് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ മധുരം ഭയങ്കര ഇഷ്ടമുള്ള ആളുകളുണ്ടാവും. എന്നാൽ അവർക്ക് ഒരു ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് അവർക്ക് എങ്ങനെയാണ് ഷുഗർ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള മധുരമായിട്ടുള്ള ഐറ്റംസ് കഴിക്കാൻ പാടില്ല. എന്നാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ പോലും ഈ പേഷ്യൻസ് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? അവരുടെ ഡയറ്റ് ഓൾറെഡി എപ്പോഴും എങ്ങനെയുള്ളതായിരിക്കും? ഡയബറ്റിക് ഡയറ്റ്സ് ആയിരിക്കും അല്ലെ. അതായത് അവർക്ക് ഷുഗർ ലെവൽ കുറവുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡയറ്റ് ആയിരിക്കുമല്ലോ ഡയറ്റീഷ്യൻസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ആ ഭക്ഷണ പദാർത്ഥങ്ങളില് ചില ഇപ്പൊ മധുരമുള്ള ഐറ്റംസ് വളരെ ഇഷ്ടമുള്ള ഐറ്റംസ് ആണെങ്കിൽ പോലും അവരെന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഡിസ്കാർഡ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും അല്ലെ. ഇനി ഓർ ടു ബി പ്രിഫേർഡ് എന്താണ്? ചില ഐറ്റംസ് ഇഷ്ടമല്ലെങ്കിൽ പോലും മുൻഗണന കൊടുത്തുകൊണ്ട് തന്നെ ഈ ഒരു ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരാം അല്ലെ. അപ്പൊ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് മധുരമാണ് ഏറ്റവും ഇഷ്ടം എന്നുണ്ടെങ്കിൽ പോലും അവരത് ഒഴിവാക്കേണ്ടതായിട്ട് വരും. എന്നാൽ ഇഷ്ടമില്ലാത്ത പല ഐറ്റംസും ഇതിൽ ഉൾപ്പെടുത്തി ആ ഒരു ഡയറ്റ് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ കിട്ടിയോ? ഡയറ്റ് കൗൺസിലിംഗ് എന്താണെന്നുള്ളത് ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്. കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു കാറ്ററിംഗ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെയായിരിക്കും? കൊമേഴ്ഷ്യൽ എന്ന് പറയുന്ന വേർഡ് എന്താണ് സാധാരണ ഒരു എന്താണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ് പോലെയുള്ളതാണോ? കുറച്ചും കൂടി എന്താണ് ബിസിനസ് പരമായി അല്ലെ. കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ എന്താണ് കുറച്ചും കൂടി എക്സ്പാൻഡഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണ് വരുന്നത്. അപ്പൊ കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ടത്, നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിഞ്ഞാല് സ്റ്റാഫ് ക്യാൻറ്റീനുകൾ കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ ചെന്നാല് ബിസിനസ് അല്ലെങ്കിൽ വാണിജ്യം എന്നുള്ള മീനിങ് ആണ് കൊമേഴ്ഷ്യൽ കാറ്ററിംഗിൽ വരുന്നത്. അപ്പൊ അവിടെ എന്താണ് ഒരു സ്റ്റാഫ് ക്യാൻറ്റീനുകളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങള്. അപ്പൊ അവിടെ എന്താണ് സ്റ്റാഫ് ക്യാൻറ്റീനുകൾ ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള രീതിയിൽ ഇത് എന്ത് ചെയ്യുന്നു? വിപണനം അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്ന രീതിയിൽ മുന്നോട്ട് വെക്കുന്നതാണ് കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്. അപ്പൊ എപ്പോഴും കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് ഓർമ്മ വരുമ്പോ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ടത് ക്യാൻറ്റീൻസ് ആണ് കേട്ടോ. ഹോസ്പിറ്റലിലെ സ്റ്റാഫ് ക്യാൻറ്റീൻസ് ആണ്. നോക്കി കൊമേഴ്ഷ്യൽ കാറ്ററിംഗില് ഇനി സ്റ്റാഫ് ക്യാൻറ്റീൻസിൽ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഉണ്ടാവുക? എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാവും അവിടെ സ്റ്റാഫ് ക്യാൻറ്റീൻസില്? ഇതൊക്കെ നമുക്ക് വരുന്ന പോയിന്റ്സ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എന്തൊക്കെയായിരിക്കും? നമ്മള് ടീ ഉണ്ടാവും, സ്നാക്സ്, കോഫി, പിന്നെ എന്താ മീൽസ് അല്ലെ, ഉച്ചഭക്ഷണം ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ് മറ്റ് സ്നാക്സ് ഉണ്ടാവും, കോൾഡ് ഡ്രിങ്ക്സ് ഉണ്ടാവും. അങ്ങനെ ഒത്തിരി ഐറ്റംസ് നമ്മുടെ ഹോട്ടലുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള പോലെ തന്നെ ഇവിടെയും കിട്ടും അല്ലെ. ഇവിടെ ആർക്കൊക്കെയാണ് ഈ ഒരു സേവനം ലഭ്യമാക്കുന്നത്? ഈ സ്റ്റാഫ് ക്യാൻറ്റീൻ അവിടെയുള്ള സ്റ്റാഫുകൾക്ക് മാത്രമാണോ? സ്റ്റാഫുകൾക്കുണ്ട്, ശരിയാണ്. പ്രധാനമായിട്ടും അവർ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ക്യാൻറ്റീൻ ഉണ്ടാക്കുന്നത്. ഇനി അല്ലാതെ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ പേഷ്യൻസ് ആണ്? ഔട്ട്സൈഡ് നിന്ന് വരുന്ന പേഷ്യൻസ് അല്ലെ, അല്ലെങ്കിൽ വിസിറ്റേഴ്സ്, അവിടെ വരുന്ന സന്ദർശകർക്കൊക്കെ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ സ്റ്റാഫ് ക്യാൻറ്റീൻസ് പ്രവർത്തിക്കുന്നത്. അപ്പൊ കൊമേഴ്ഷ്യൽ കാറ്റഗറിയിൽ വരുന്നതാണ് സ്റ്റാഫ് ക്യാൻറ്റീൻസ്. നോക്കി, സർവീസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാഫ് ക്യാൻറ്റീൻ.
സ്റ്റാഫ് ക്യാൻറ്റീൻ്റെ ഫോമിലുള്ള സേവനങ്ങളാണ് ഇവിടെ കൊമേഴ്ഷ്യൽ കാറ്ററിംഗിൽ നൽകുന്നത്. Then provision of meals, tea, snacks, cold drinks, etc. ഇവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കും? മീൽസ് കൊടുക്കും അല്ലെ, ഉച്ചഭക്ഷണം ഉണ്ടാവും, അതുപോലെ തന്നെ ചായ, കാപ്പി, പിന്നെ സ്നാക്സ്, കോൾഡ് ഡ്രിങ്ക്സ് പോലെയുള്ളവയൊക്കെ ഈ ഒരു സ്റ്റാഫ് ക്യാൻറ്റീൻ വഴി പ്രൊവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ നോക്കി, ചീപ്പർ ദാൻ കോസ്റ്റ് റൺ ബൈ പ്രൈവറ്റ് പാർട്ടീസ്. എന്താണ്? ഒരു പ്രൈവറ്റ് ആയിട്ട് നടത്തുന്ന ഒരു ഹോട്ടലിനെ അപേക്ഷിച്ച് ക്യാൻറ്റീനിലെ ഭക്ഷണത്തിന്റെ റേറ്റ് എങ്ങനെയായിരിക്കും? ഒരു പ്രൈവറ്റ് ഹോട്ടലിൽ പോയി നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും ക്യാൻറ്റീനിൽ കഴിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? ക്യാൻറ്റീനിലെ ഭക്ഷണം നമുക്ക് കുറവായിരിക്കും അല്ലെ, റേറ്റ് കുറവായിരിക്കും, ചീപ്പർ ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത് ചീപ്പർ ദാൻ കോസ്റ്റ് റൺ ബൈ പ്രൈവറ്റ് പാർട്ടീസ്. ഇത് പ്രൈവറ്റ് ആയിട്ട് ഉള്ളവർ നടത്തുന്ന ആ ഒരു ഹോട്ടലുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ എന്താണ്? ചീപ്പർ റേറ്റ് ആണുള്ളത്. നെക്സ്റ്റ് നോക്കിയേ, അഡ്മിനിസ്ട്രേഷൻ ക്യാൻ കൺട്രോൾ ദ ക്വാളിറ്റി ഓഫ് ഫുഡ് സർവീസ്. അവിടുത്തെ ആ ഒരു സേവനം, അതായത് ഫുഡുമായി ബന്ധപ്പെട്ട ആ ഒരു സേവനത്തിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അവിടുത്തെ ഗുണനിലവാരം ആരാണ് കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കേണ്ടത്? ആരാണ്? അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പൊ ഇതിന്റെ ഗുണനിലവാരം അല്ലെങ്കിൽ ഗുണമേന്മ എത്രത്തോളം ഉണ്ട്, നല്ല ഗുണമേന്മയിലുള്ള ഭക്ഷണങ്ങളാണോ കൊടുക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള സേവനമാണോ ഈ ഒരു കൊമേഴ്ഷ്യൽ കാറ്റഗറി സ്റ്റാഫ് ക്യാൻറ്റീൻ വഴി നടത്തുന്നത് എന്നുള്ള കാര്യം കൺട്രോൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിയന്ത്രിക്കേണ്ടത് അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ. നെക്സ്റ്റ് നോക്കി, സർവീസസ് ക്യാൻ ബി ഗിവൺ ടു. ഈ സേവനം പ്രധാനമായിട്ടും കൊടുക്കുന്നത് ആർക്കാണ്? അവിടെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക്, അവിടുത്തെ ജീവനക്കാർക്ക്. അതുപോലെ തന്നെ അറ്റൻഡൻസ് ഓർ വിസിറ്റേഴ്സ്, ആർക്കാണ്? സന്ദർശകർക്കും അതിനുള്ള ഔട്ട്സൈഡേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെയാണ് പ്രധാനമായിട്ടും ഈ സ്റ്റാഫ് ക്യാൻറ്റീൻസ് എന്ന് പറയുന്ന ആ ഒരു സേവനം ലഭ്യമാക്കുന്നത്. ഇപ്പൊ കൊമേഴ്ഷ്യൽ കാറ്ററിംഗിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലേക്ക് ഓടി വരേണ്ടത്? സ്റ്റാഫ് ക്യാൻറ്റീൻസ് പോലെയുള്ള സേവനങ്ങളാണ്. അവിടെ എന്തൊക്കെയാ ഭക്ഷണങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? മീൽസ്, ടീ, സ്നാക്സ്, കോൾഡ് ഡ്രിങ്ക്സ് പോലെയുള്ള മുതലായവ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു പ്രൈവറ്റ് പാർട്ടി നടത്തുന്നതിനേക്കാൾ ഏറ്റവും ചീപ്പർ ആയിരിക്കും ഇങ്ങനെയുള്ള സ്റ്റാഫ് ക്യാൻറ്റീൻസിലെ റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ആ ഒരു ഫുഡ് സർവീസിന്റെ ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ഗുണനിലവാരം ഏറ്റവും നല്ല രീതിയിലുള്ള പ്രോപ്പർ ആയിട്ടുള്ള ക്വാളിറ്റിയിലുള്ള ഭക്ഷണങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് കൺട്രോൾ ചെയ്യുന്നതിന് നിയന്ത്രിക്കേണ്ടത് അഡ്മിനിസ്ട്രേഷൻ ആണ്. നെക്സ്റ്റ് എന്താ പറഞ്ഞത്? ഈ സർവീസ് അല്ലെങ്കിൽ ഈ ഒരു സേവനം ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്? പ്രധാനമായിട്ടും അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് അല്ലെങ്കിൽ സ്റ്റാഫുകൾക്കും അതുപോലെ തന്നെ വരുന്ന ഔട്ട്സൈഡേഴ്സ് ആയിട്ടുള്ള വിസിറ്റേഴ്സ് അല്ലെങ്കിൽ സന്ദർശകർക്കും ഒക്കെയാണ് പ്രധാനമായിട്ടും ഈ കൊമേഴ്ഷ്യൽ കാറ്ററിംഗിന്റെ സേവനം ലഭ്യമാക്കുന്നത്. അപ്പൊ കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് കിട്ടിയോ? Okay, next one ആണ് hospitals can have mobile or vending machines in certain locations like OPD, casualty block, etc. അപ്പൊ ഈ കാറ്ററിംഗ് അല്ലാതെ അല്ലെങ്കിൽ എന്താണ് സ്റ്റാഫ് ക്യാൻറ്റീൻസ് അല്ലാതെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകൾ, അതുപോലെ കാഷ്വാലിറ്റി ബ്ലോക്ക് ഒക്കെ കുറച്ച് ക്രൗഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ആളുകൾ തിങ്ങിയിരിക്കുന്ന ഒരു ഏരിയ ആയിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു ഏരിയയിലൊക്കെ വെൻഡിങ് മെഷീൻസ് അല്ലെങ്കിൽ മൊബൈൽ മെഷീൻസ്, വെൻഡിങ് മെഷീൻസ് കണ്ടിട്ടുണ്ടോ? എന്താണ് അവിടെ ഈ ഫിൽറ്റർ കോഫീസ് പോലെയുള്ളവയൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടി ആദ്യം തന്നെ കോയിൻസ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പൈസ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതൊരു ഓട്ടോമാറ്റിക് മെഷീനാണ്. അപ്പൊ ആ പൈസ നമ്മൾ അവിടെ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്ത് അല്ലെങ്കിൽ പൈസ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സാധനം നമുക്ക് എന്ത് ചെയ്യാം? അവിടെ എടുത്തു തരാനോ അല്ലെങ്കിൽ ബില്ല് ചെയ്ത് തരാനോ അല്ലെങ്കിൽ ഈ ഐറ്റംസ് എടുത്തു തരാനോ ഒന്നും ആരും ഉണ്ടാവില്ല. അതൊരു ഓട്ടോമാറ്റിക് മെഷീനാണ്. ആ മെഷീൻസിന്റെ സഹായത്തോടു കൂടി നമുക്ക് ആ സാധനങ്ങൾ, ആ പൈസ ഏത് ഐറ്റംസ് ആണോ വേണ്ടത് അതിന്റെ പ്രൈസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് കിട്ടും. അപ്പൊ വലിയ സാധാരണ ചെറിയ ഹോസ്പിറ്റലിലൊന്നും അല്ലാണ്ട് ഇതിന് വലിയ മോഡേൺ ഹോസ്പിറ്റലിലൊക്കെ ഇപ്പൊ ഇങ്ങനെയുള്ള സേവനങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി കണ്ടിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഇനിയൊക്കെ എന്തെങ്കിലും പോകേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരാതിരിക്കട്ടെ. വന്നാല് വരുമ്പോ എന്താണ് പോകുമ്പോഴൊക്കെ നമ്മളിപ്പോ ഈ ഒരു കോഴ്സ് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും കുറെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ജസ്റ്റ് വെറുതെ പോയി വരാതെ ഇങ്ങനെയുള്ള പഠിച്ച കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചതാണല്ലോ, അപ്പൊ ഇതൊക്കെ ഇന്ന സ്ഥലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ അവിടെ ഇല്ലാത്തവരുടെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഇനി പോകുമ്പോഴൊക്കെ ഒന്ന് നോക്കി നോക്കാം കേട്ടോ, ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പൊ അങ്ങനെ വേണ്ടി അപ്പൊ എന്താണ് വെൻഡിങ് മെഷീൻ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ ഇനി ആ ഒരു ടോപ്പിക് വായിക്കുമ്പോൾ അത് എന്താണെന്നൊരു കൺഫ്യൂഷൻ വരും. ഓക്കെ, അപ്പൊ എന്താ ഒരു വെൻഡിങ് മെഷീൻ എന്താണെന്നൊന്ന് ജസ്റ്റ് എഴുതി വെച്ചോ കേട്ടോ. വെൻഡിങ് മെഷീൻ. A vending machine is an automated machine. A vending machine is an automated machine. A vending machine is an automated machine
A vending machine is an automated machine that dispenses items. A vending machine is an automated machine that dispenses items such as snacks, tea, coffee, such as snacks, tea, coffee, etc. to consumers, after cash are inserted into the machine. To consumers after cash are inserted into the machine. After cash are inserted into the machine. ഒന്നുകൂടി പറയാം. കിട്ടാത്തവരുണ്ടെങ്കിൽ വേഗം ഒന്ന് നോട്ട് ചെയ്തോളാം കേട്ടോ. A vending machine is an automated machine that dispenses items such as snacks, tea, coffee, etc. to consumers after cash are inserted into the machine. കിട്ടിയോ? അപ്പൊ മെഷീൻസിലോട്ട് നമ്മൾ എന്ത് ചെയ്യാം? ക്യാഷ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്ട്സ് എന്താണോ, ഭക്ഷണം ടീ ആവാം, സ്നാക്സോ കോഫി എന്തോ ആയിക്കോട്ടെ, അതെന്ത് ചെയ്യുന്നു? നമുക്ക് ആ മെഷീനിൽ നിന്ന് ഒരു ഓട്ടോമാറ്റിക് മെഷീനാണ് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ അവിടെ ബില്ല് ചെയ്യാനോ അല്ലെങ്കിൽ എടുത്തു തരാനോ ഒന്നും ആരും ഉണ്ടാവില്ല. അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രത്യേകത കേട്ടോ. അപ്പൊ അതിങ്ങനെ കുറച്ച് ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയാസ്, ഹോസ്പിറ്റലിലെ കുറച്ച് ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയാസ് നോക്കിയിട്ടാണ് സ്ഥാപിക്കുന്നത്. ഇപ്പൊ OPD ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കാഷ്വാലിറ്റി ബ്ലോക്ക് പോലെയുള്ള ഭാഗങ്ങളിലൊക്കെ കുറച്ച് തിരക്കുള്ള ഏരിയ ആണല്ലോ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള മെഷീൻസ് ഒക്കെ സ്ഥാപിക്കുന്നത്. അപ്പൊ നമ്മൾ ക്യാൻറ്റീൻ വരെ പോയോ അല്ലെങ്കിൽ പുറമെ പോയുള്ള ഒരു ഭക്ഷണം കഴിക്കിയിട്ട് താൽക്കാലികമായിട്ട് ഒരു എന്താണ് സ്നാക്കോ എന്തെങ്കിലും ടീയോ കോഫിയോ കുടിക്കാനാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വെൻഡിങ് മെഷീൻസ് സ്ഥാപിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ഫോർത്ത് വൺ ആണ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. അപ്പൊ നമ്മൾ റോൾ ഓഫ് ഡയറ്റീഷ്യൻസിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ തേർഡ് വൺ കഴിഞ്ഞ കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് വരെ പറഞ്ഞിരുന്നു. ഫോർത്ത് വൺ ആണ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. അതിൽ നോക്കി ഹോസ്പിറ്റൽ സ്റ്റാഫ് സച്ച് ആസ് നേഴ്സസ്, നഴ്സിംഗ് എയ്ഡ്സ് ആരാണ്? നഴ്സസിനെ അസിസ്റ്റ് ചെയ്യുന്ന ആളുകളാണ് നഴ്സിംഗ് എയ്ഡ്സ് എന്ന് പറയുന്നത്. അസിസ്റ്റന്റ് നഴ്സസ് എന്ന് പറയാം. അപ്പൊ റെസിഡൻസ് അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ആളുകള്. നെക്സ്റ്റ് ടെക്നീഷ്യൻസ്, അവിടുത്തെ ടെക്നീഷ്യൻസ് ആൻഡ് കുക്സും ഇവരെയൊക്കെ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളായിട്ടുള്ള നഴ്സുകളുണ്ട്, നഴ്സിംഗ് അസിസ്റ്റൻസുകളുണ്ട്, അതുപോലെ അവിടെ താമസിക്കുന്നവര്, അതുപോലെ ടെക്നീഷ്യൻസ്, കുക്കുകൾ പോലെയുള്ളവർക്ക് കുഡ് ബി എഡ്യൂക്കേറ്റഡ്, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ബോധവൽക്കരണങ്ങൾ നടത്തുക. എങ്ങനെ ബേസ് ചെയ്തിട്ടാണ്? കൺസിഡറിങ് ടൈപ്സ് ഓഫ് ഫുഡ് അല്ലെ, പലതരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് നമ്മുടെ നല്ല രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ ഓരോന്നിന്റെയും യൂസ് എങ്ങനെയാണ്, അത് നമ്മുടെ ഹെൽത്തിന് എങ്ങനെയാണ് ബെനിഫിറ്റ് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച്, അതുപോലെ ഒരു ബാലൻസ്ഡ് ഡയറ്റ്, അവിടെ ബാലൻസ്ഡ് ഡയറ്റ് നോക്കാം കേട്ടോ. ബാലൻസ്ഡ് ഡയറ്റ് അപ്പൊ ഒരു സമീകൃത ആഹാരം അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്താണ്, ഇനി അതിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ഉൾപ്പെടുത്തേണ്ടത്, അതുപോലെ കലോറിക് വാല്യൂ, ഓരോ ഭക്ഷണ പദാർത്ഥങ്ങളുടെയും കലോറിക് വാല്യൂ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് ഇവിടെയുള്ള ഓരോരുത്തർക്കും എന്ത് ചെയ്യുക? എഡ്യൂക്കേഷൻസ് അല്ലെങ്കിൽ ബോധവൽക്കരണങ്ങൾ നൽകുക എന്നുള്ളതാണ് നാലാമതായി വരുന്ന റോള് പറയുന്നത്. എന്താണ്? എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആൻഡ് റിസർച്ച്. അതില് ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫുകൾ, അതായത് നേഴ്സസ് ആയിക്കോട്ടെ, നഴ്സിംഗ് എയ്ഡ്സ് അല്ലെങ്കിൽ നഴ്സിംഗ് അസിസ്റ്റൻസുകൾ ആയിക്കോട്ടെ, പിന്നെ അവിടെ താമസിക്കുന്ന റെസിഡൻസ് ആയിക്കോട്ടെ, അതുപോലെ ടെക്നീഷ്യൻസോ കുക്കുകളോ ആരോ ആയിക്കോട്ടെ, അവർക്ക് എന്ത് ചെയ്യുക? അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ബോധവൽക്കരണം നടത്തുക. അതായത് പലതരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും അതിന്റെ യൂസസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അതിന്റെ ബെനിഫിറ്റ്സ് നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്, പിന്നെ എന്താണ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്താണ്, ആ
ബാലൻസ്ഡ് ഡയറ്റില് എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്, അതുപോലെ തന്നെ ഓരോ ഫുഡ് ഐറ്റംസിന്റെയും കലോറിക് വാല്യൂ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് അവിടെയുള്ള ഓരോരുത്തർക്കും എന്ത് ചെയ്യാം, എഡ്യൂക്കേഷൻസ് അല്ലെങ്കിൽ ബോധവൽക്കരണങ്ങൾ നൽകുക എന്നുള്ളതാണ്. രണ്ടാമതായി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡിപ്പാർട്ട്മെന്റ് ക്യാൻ ഹാവ് ഇൻ സർവീസ് ടീച്ചിങ് പ്രോഗ്രാംസ് ഫോർ ദി സ്റ്റാഫ്. അതുപോലെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ടല്ലോ, ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അല്ലെങ്കിൽ ജീവനക്കാർക്ക് അവർക്ക് എന്ത് ചെയ്യാം, അതിനുള്ളിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ വെച്ച് തന്നെ എന്ത് ചെയ്യാം, ടീച്ചിങ് പ്രോഗ്രാമുകൾ, ഇൻ സർവീസ് ടീച്ചിങ് പ്രോഗ്രാംസ് പറയുന്നത് ആ ഒരു അവിടെ ജീവിക്കുന്ന അതിനുള്ളിലുള്ള ജീവനക്കാർക്ക് അവിടെ വെച്ച് ടീച്ചിങ് പ്രോഗ്രാമുകൾ കൊടുക്കുക. അതായത് ഓരോ ഭക്ഷണങ്ങൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ഡയറ്റ് പ്ലാനുകളാണ്. അപ്പൊ അതിനനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങളായിരിക്കും ഉണ്ടാക്കേണ്ടത്. അപ്പൊ അതിന് കറക്റ്റ് ആയിട്ടുള്ള റെസിപ്പീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടതായിട്ട് വരും. അതിനനുസരിച്ചായിരിക്കണം ഭക്ഷണം പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതുപോലെ എങ്ങനെയാണ് ഡെലിവറി ചെയ്യേണ്ടത്, അതെന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വ്യക്തമായിട്ടുള്ള ഒരു നോളജ് ഉണ്ടായിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അവർക്ക് ടീച്ചിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്ത് നൽകുക എന്നതാണ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് റിസർച്ചില് പ്രധാനമായിട്ട് വരുന്നത്. അപ്പൊ 4 റോൾ ഓഫ് ഡയറ്റീഷ്യൻസ് 4 എണ്ണമാണ് നമ്മൾ പറഞ്ഞത്. അതിലെല്ലാത്തിലും ഇതൊക്കെ ചെയ്യേണ്ടത് ആരുടെ പ്രധാന ജോലിയാണ്, ഡയറ്റീഷ്യൻസിന്റെ ജോലിയാണ് കേട്ടോ. ഇൻപേഷ്യന്റ് കാറ്ററിംഗ് ആയാലും നെക്സ്റ്റ് എന്താ പറയുക ഡയറ്റ് കൗൺസിലിംഗ് ആയാലും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് ആയാലും എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് റിസർച്ച് ആയാലും ഈ 4 കാര്യങ്ങളും ആരുടെ നേതൃത്വത്തിലാണ് ചെയ്യേണ്ടത്, ഡയറ്റീഷ്യന്റെ നേതൃത്വത്തിലാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഈ 4 എണ്ണം വേഗം ഒന്ന് വായിച്ചിട്ട് ഡൗട്ട്സ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. ക്ലിയർ ആയോ ഈ 4 എണ്ണം? നെക്സ്റ്റ് വണ്ണിലേക്ക് പോയിക്കോട്ടെ. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഫങ്ഷൻസ്. അപ്പൊ നമ്മുടെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫങ്ഷൻസ് നോക്കിയേ. ഫസ്റ്റ് പോയിന്റ്, ഓർഗനൈസ്ഡ് പ്രിവെന്റീവ് മെയിന്റനൻസ് പ്രോഗ്രാംസ് ഫോർ ദിസ് എക്യുപ്മെന്റ്. എന്താണ്, അവിടെ ഒത്തിരി മെഷീൻസ് എക്യുപ്മെന്റ്സ് ഉപകരണങ്ങളൊക്കെ യൂസ് ചെയ്യും അല്ലെ നമ്മുടെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഉപകരണങ്ങളും അല്ലെങ്കിൽ എല്ലാ എക്യുപ്മെന്റ്സുകളും എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നവയായിരിക്കണം. അപ്പൊ അവിടെ എന്തെങ്കിലും കേടുപാടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റ്സോ കാര്യങ്ങളോ ഒക്കെ ആ മെഷീൻസിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് എന്ത് ചെയ്യുക, പ്രിവെന്റീവ് മെയിൻ്റനൻസ്, അതായത് ആനുകാലികമായിട്ട് അത് മെയിൻ്റനൻസ് ചെയ്ത് അത് നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് എപ്പോഴും കീപ്പ് ചെയ്യുക. എപ്പോഴും എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ എന്തെങ്കിലും എന്താണ് വർക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തതിന് ശേഷം മെയിൻ്റനൻസ് ഒക്കെ നടത്തി നല്ല പ്രോപ്പർ ആയിട്ട് ഗുഡ് കണ്ടീഷനിൽ വർക്ക് ചെയ്യുന്ന കണ്ടീഷനിൽ എപ്പോഴും നിലനിർത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ പറയുന്നത്. രണ്ടാമത്തെ നോക്കി, സപ്ലൈ ദ ബെസ്റ്റ് ഫുഡ് അറ്റ് കൺസിസ്റ്റന്റ് കോസ്റ്റ്. എന്താണ്, അവിടെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു വില, അതാണ് ഒരു കൺസിസ്റ്റന്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. സ്ഥിരമായിട്ടുള്ള ഒരു വിലയില് നല്ല ബെസ്റ്റ് ഫുഡ് സപ്ലൈ ചെയ്യുക, ബെസ്റ്റ് ഫുഡ് നൽകുക അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് വരുന്ന ഫംഗ്ഷൻ. എന്താണ്, ഇപ്പൊ ഇന്നൊരു 100 രൂപ ഒരു ഐറ്റംസിന് ഇന്ന് 100 രൂപ, നാളെ 110 രൂപ അല്ലെങ്കിൽ അടുത്ത ദിവസം 120 രൂപ അങ്ങനെ കൂട്ടി ഇതാക്കല്ല ചെയ്യുന്നത്. ഒരു സ്ഥിരമായിട്ടുള്ള ഒരു വില, ഇന്ന ഐറ്റംസിന് ഇത്ര ക്വാണ്ടിറ്റിക്ക് ഇന്ന വില എന്നുള്ള രീതിയിൽ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു വില നിശ്ചയിച്ച് അതിനനുസരിച്ച് ആ ഒരു വിലയ്ക്ക് അനുസരിച്ച് നല്ല ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് വരുന്ന ഫംഗ്ഷൻ. Third one നോക്കി, by to specifications, receive supplies, check their quantity and quality, store. എന്ത് ചെയ്യുക, അതായത് ഇപ്പൊ ഓരോ ഭക്ഷണങ്ങളും ഇവിടെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങളും, ഇപ്പൊ നമ്മളൊരു ഹോട്ടലിലെ പോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങളും ഒന്നും ഇവിടെ ഉണ്ടാക്കുന്നുണ്ടാവില്ല. അതായത് അവരുടേതായ സ്പെസിഫിക് ആയിട്ടുള്ള കുറെ റെസിപ്പീസും അതിനനുസരിച്ചുള്ള ഫുഡ് ആയിരിക്കും പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ആ റെസിപ്പീസിനനുസരിച്ച് ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള ഐറ്റംസ് എന്താണ് അതിനനുസരിച്ച് സ്പെസിഫിക് ആയിട്ട് അതിന് ആ റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ള ഇന്ന് എന്തൊക്കെയാണോ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അതിനനുസരിച്ച് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് എന്തൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളാണോ വേണ്ടത്. ഇപ്പൊ നമ്മുടെ വീട്ടിലോ അങ്ങനെയല്ലേ, നമ്മള് ഇന്നോ നാളെയോ 2 ദിവസത്തേക്ക് നമ്മളൊരു ഇന്ന ഭക്ഷണങ്ങൾ ഉണ്ടാക്കാന്ന് പറയുകയാണെങ്കിൽ കടയിൽ ചെല്ലുമ്പോൾ അതിന് വേണ്ടിയതായിട്ടുള്ള സ്പെസിഫിക് ഉള്ള ഐറ്റംസ് മാത്രമേ നമ്മൾ പർച്ചേസ് ചെയ്യുള്ളൂ അല്ലെ. അതുപോലെ തന്നെയാണ് ഇവിടെ. എന്താണ്, നമ്മുടെ ഏത് ഐറ്റംസ് ആണോ ഇവിടെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഏത് റെസിപ്പീസ് ആണോ ഫോളോ ചെയ്യുന്നത് അതിനനുസരിച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ഐറ്റംസ് എന്ത് ചെയ്യുന്നു
പർച്ചേസ് ചെയ്യുന്നു. ഇനി അങ്ങനെ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, ആ സാധനങ്ങൾ ചിലപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ അത് ബൾക്കായിട്ടുള്ള എമൗണ്ടിലായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരിക. അപ്പൊ റിസീവ് സപ്ലൈസ്, അങ്ങനെയുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുക, സ്വീകരിക്കുക. അതാണ് റിസീവ് സപ്ലൈസ് എന്ന് പറയുന്നത്. പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുന്ന സാധനങ്ങളെ സ്വീകരിക്കുക. ഇനി അത് കൊണ്ടുവന്ന് സ്വീകരിക്കുന്ന സമയത്ത് അതിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ചെക്ക് ചെയ്യണം. ആ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും അതിന്റെ ഗുണമേന്മയും അതുപോലെ തന്നെ ഗുണനിലവാരവും അളവും ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ സ്റ്റോർ ചെയ്ത് വെക്കാൻ പാടുള്ളൂ. കിട്ടിയോ? അപ്പൊ നമ്മളിപ്പോ ഒരു കടയിലെ പർച്ചേസ്, നമ്മുടെ വീടുകളിലേക്ക് പർച്ചേസ് ചെയ്യാൻ പോയാലും നമ്മൾ അങ്ങനെയല്ലേ, സ്പെസിഫിക് ആയിട്ടുള്ള ഐറ്റംസ് ഏതാണോ നമ്മൾ വാങ്ങിക്കേണ്ടത് നമ്മൾ ഒരു ലിസ്റ്റ് ഇട്ടുകൊണ്ടുപോകും അല്ലെ. ആ ലിസ്റ്റിനനുസരിച്ച് സാധനങ്ങൾ വാങ്ങിക്കും, അത് സ്വീകരിച്ച് നമ്മൾ വെക്കും. ഇനി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് എന്ത് ചെയ്യും, ക്വാളിറ്റിയും അതെങ്ങനെയാണ്, അതിന്റെ ഗുണനിലവാരം അതുപോലെ ക്വാണ്ടിറ്റി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യില്ലേ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, അത് സ്റ്റോർ ചെയ്ത് വെക്കും. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ബൈ ടു സ്പെസിഫിക്കേഷൻസ്, റിസീവ് സപ്ലൈസ്, അത് വരുന്നത് എന്ത് ചെയ്യുക, റിസീവ് ചെയ്യുക അല്ലെങ്കിൽ സ്വീകരിക്കുക. സ്വീകരിക്കുന്ന സമയത്ത് അതിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ചെക്ക് ചെയ്യുക. അതിനുശേഷം സ്റ്റോർ ചെയ്ത് വെക്കുക. നെക്സ്റ്റ് നോക്കി, മേക്ക് പോർഷൻ, അസംബിൾ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഫുഡ്. എന്താണ്, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ വീടുകളിലാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇത്ര പേർക്ക് ഭക്ഷണം ഉണ്ടാക്കണം എന്നുള്ള ഒരു കണക്കുണ്ടാവും അല്ലെ. അപ്പൊ അതിനനുസരിച്ചാണ് ഭക്ഷണം പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ അതാണ് എന്താണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിന്റെ പോർഷൻ എത്രയാണ്, എത്ര ഭാഗം ഇന്ന ഐറ്റംസ് ഉണ്ടാക്കണം അല്ലെങ്കിൽ എത്ര ഭാഗം ഇന്ന ഐറ്റം ഉണ്ടാക്കണം എന്നുള്ളൊരു കണക്കുണ്ടാവുമല്ലോ. അതിനനുസരിച്ചായിരിക്കണം ഭക്ഷണം പ്രിപ്പയർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് നോക്കിയേ, അസംബിൾ ചെയ്യുക. അതിനുശേഷം ഇപ്പൊ നമ്മുടെ അടുക്കളയിൽ കുറെ അധികം ഉച്ചയ്ക്കാണെങ്കിൽ രാവിലെ ആണെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഓരോന്നും ഉണ്ടാക്കുന്നതിനനുസരിച്ച് എന്താണ്, ഇപ്പൊ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ ചോറുണ്ടാക്കി അതിന് കറികൾ ഉണ്ടാക്കി എല്ലാം കൊണ്ടുപോയി നമ്മൾ എന്ത് ചെയ്യും, ഒരുമിച്ച് ടേബിളിൽ വെക്കും അല്ലെ. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും എന്താണ്, ഓരോ ഭാഗങ്ങളിൽ എത്ര വേണം എന്നനുസരിച്ച് ഓരോ ഭക്ഷണ പദാർത്ഥങ്ങളും എത്ര പോർഷനാണ് വേണ്ടത് എന്നനുസരിച്ച് അവിടെ പ്രിപ്പയർ ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അത് അസംബിൾ ചെയ്യുന്നത് ഒരുമിച്ച് കൊണ്ടുവരുന്നു വെക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ഫുഡ്. അതിനുശേഷമാണ് അത് എന്ത് ചെയ്യുന്നത്, വിതരണം ചെയ്യുന്നത്. പോയിന്റ് കിട്ടിയോ? അപ്പൊ എന്താണ്, മേക്ക് പോർഷൻ, അസംബിൾ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഫുഡ്. ആദ്യം ഉണ്ടാക്കുന്നു, അത് എത്ര പോർഷൻ ആണെന്നനുസരിച്ചാണ് ഉണ്ടാക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അത് അസംബിൾ ചെയ്ത് ഒരുമിച്ച് കൊണ്ടുവന്ന് വെക്കുന്നു. അതിനുശേഷമാണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ വിതരണം നടത്തുന്നത്. നെക്സ്റ്റ് നോക്കി, ഡെവലപ്മെന്റ് ഓഫ് റെസിപ്പീസ് അക്കോർഡിംഗ് ടു ദ ന്യൂട്രീഷണൽ നീഡ്സ് ഓഫ് പേഷ്യൻസ് അല്ലെ. ഓരോ പേഷ്യൻസിനെയും നമ്മൾ പറഞ്ഞു, ഓരോരുത്തർക്കും അവരുടെ ന്യൂട്രീഷൻ നീഡ് എന്താണ്, അവരുടെ ആ ഒരു പോഷകാഹാരവുമായി ബന്ധപ്പെട്ട ആവശ്യകതകൾ എന്താണ് എന്നതിനനുസരിച്ച് അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഡയറ്റ് പ്ലാനുകൾ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അതിനനുസരിച്ച് ഓരോരുത്തർക്കും ഉൾപ്പെടുത്തേണ്ടതായിട്ട് അല്ലെങ്കിൽ ഓരോരുത്തർക്കും കൊടുക്കേണ്ടതായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ വ്യത്യാസമായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് ഓരോ റെസിപ്പീസ് അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യുക. അപ്പൊ ഓരോ പേഷ്യൻസിനെയും അവരുടെ ആവശ്യകതകൾ കൺസിഡർ ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് അവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണത്തിനുള്ള റെസിപ്പികൾ ഡെവലപ്പ് ചെയ്യണം. ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെങ്കിൽ ഡയറ്റീഷ്യനുമായി ബന്ധപ്പെട്ട് അവരാണ് എന്ത് ചെയ്യേണ്ടത്, റെസിപ്പീസ് ഡെവലപ്പ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ നോക്കി, ടു ഇൻസ്ട്രക്ട് about how diet plays an important role in the treatment of various diseases. എന്താണ്, പലതരത്തിലുള്ള രോഗാവസ്ഥയിലുള്ളവരായിരിക്കും അല്ലെ. അപ്പൊ അവർക്ക് ആ ഒരു ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് എന്താണ് ഡയറ്റ് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ ആ ഡയറ്റ് അവരുടെ ആ ഒരു രോഗാവസ്ഥയിൽ അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുക, അവർക്കുള്ള നിർദ്ദേശങ്ങൾ നൽകുക. കിട്ടിയോ? അപ്പൊ അവരെന്താണ്, നമുക്ക് അതിനെ പറ്റിയുള്ള ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലായാലല്ലേ അവർ കറക്റ്റ് ആയിട്ട് ആ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവരുടെ ഓരോരുത്തരുടെയും രോഗാവസ്ഥയും അതിനനുസരിച്ച് അവരുടെ ട്രീറ്റ്മെന്റ് എന്താണ്, ആ ട്രീറ്റ്മെന്റ് നടക്കുന്നതിന്റെ കൂടെ തന്നെ അവർ ഡയറ്റ് ഫോളോ ചെയ്യണമെങ്കിൽ ആ ഡയറ്റ് അവർ ഫോളോ ചെയ്യുന്നത് വഴി അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് അവരുടെ ആ ഒരു ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട് ഈ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് അവർക്ക് ഉണ്ടാവുന്നത്, എന്തൊക്കെയാണ് അവരുടെ ആ ഒരു ആരോഗ്യപരമായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ, നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യണം, അവർക്ക് ഒരു നിർദ്ദേശങ്ങൾ അവർ ഇവിടുന്ന് പറഞ്ഞു കൊടുത്തിരിക്കണം ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന്. എന്നാൽ മാത്രമേ അവർ കറക്റ്റ് ആയിട്ട് അങ്ങനെയുള്ള ഡയറ്റുകള് പ്ലാനുകൾ ഫോളോ ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കുള്ളൂ. നെക്സ്റ്റ് നോക്കി, ടു ആഫ്റ്റർ ദ എവരിഡേ ഡയറ്റ് പാറ്റേൺ ഓഫ് പേഷ്യൻസ് ടു മീറ്റ് ദെയർ നീഡ്സ് ത്രൂ ഔട്ട് വേരിയസ് ഡിസീസ് കണ്ടീഷൻ. അത് എന്ത് ചെയ്യുക, മോഡിഫൈ ചെയ്യുക. അതായത് എവരിഡേ ഡയറ്റ് പ്ലാനുകൾ
അപ്പൊ നമുക്കും ഡെയിലി ഓരോ ഡയറ്റ് പ്ലാനുകൾ ഉണ്ടാവും അല്ലെ. അതായത് ഡെയിലി ഡയറ്റ് പ്ലാനുകളല്ല എങ്കിൽ കൂടി നമ്മൾ ഡെയിലി കഴിക്കുന്നതായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതില് ഒരു വ്യത്യാസം വരുത്താനായിട്ട് നമ്മൾ ആരും തയ്യാറല്ല അല്ലെ. അപ്പൊ പുതിയ പുതിയ ഐറ്റംസ്, അതായത് നമ്മുടെ ആ ഓരോ പേഷ്യൻസിന്റെയും രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച്, അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് അതിന്റെയൊക്കെ രീതികൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക, അവരുടെ ഡെയിലി ഉള്ള റൂട്ടീൻസ് അല്ലെങ്കിൽ ഡെയിലി ഡയറ്റ് പ്ലാനുകൾ ഉണ്ടാവും, അവർ ഡെയിലി കഴിക്കുന്ന ആ ഒരു നോർമൽ ഫുഡ് ഹാബിറ്റുകൾ അതിൽ നിന്ന് എന്ത് ചെയ്യുക, മോഡിഫൈ ചെയ്യുക, അതിൽ മാറ്റങ്ങൾ വരുത്തുക. അങ്ങനെ മാറ്റങ്ങൾ വരുത്തി, നല്ല മാറ്റങ്ങൾ വരുത്തി എന്ത് ചെയ്യുക, കുറേയധികം ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ കുറെ ഐറ്റംസ് ചിലപ്പോ ഒഴിവാക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഒഴിവാക്കി പുതിയ നല്ലതായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്ത് അതിനനുസരിച്ച് അവരുടെ ഒരു നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഡയറ്റ് പ്ലാനിൽ നിന്ന് മോഡിഫൈ ചെയ്ത് നല്ലൊരു ഡയറ്റ് പ്ലാനുകൾ പ്രിപ്പയർ ചെയ്ത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അവരുടെ ആ ഒരു ഡിസീസ് കണ്ടീഷനിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവാനായിട്ട് സാധിക്കും. Next, നോക്കിയേ, the everyday function of the dietary department is to prepare meals and snacks for patients who are admitted to the hospital. അല്ലേ, നമ്മൾ ആദ്യം ഇൻ പേഷ്യന്റ് കാറ്റഗറിയിൽ പറഞ്ഞത് തന്നെയാണ്. എന്താണ്, എല്ലാ ദിവസവും എന്ത് ചെയ്യണം, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈസ് ടു പ്രിപ്പയർ മീൽസ് ആൻഡ് സ്നാക്സ്. അവർക്ക് എന്ത് ചെയ്യുക, ഭക്ഷണം, അതുപോലെ ഉച്ചഭക്ഷണവും അതുപോലെ തന്നെ സ്നാക്സും ഒക്കെ ഓൾറെഡി അഡ്മിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന് പ്രിപ്പയർ ചെയ്ത് നൽകുക എന്നുള്ളത്. Then these meals are prepared by strict guidelines of the physician's written order. ഇനി ഇത് ഇവർക്ക് തോന്നുന്ന പോലെയുള്ള റെസിപ്പീസോ കാര്യങ്ങളോ വെച്ചൊന്നും ഉണ്ടാക്കാൻ പാടില്ല. മറിച്ച് എങ്ങനെയായിരിക്കണം, ഫിസിഷ്യൻസിനെ, അവരെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആ ഫിസിഷ്യൻസിനെ റിട്ടേൺ ഓർഡറിൽ അവരാ എഴുതി കൊടുത്തിരിക്കുന്ന കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഓർഡർ അനുസരിച്ചുകൊണ്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം ഈ ഭക്ഷണങ്ങൾ പ്രിപ്പയർ ചെയ്ത് നൽകാനായിട്ട്. അതായത് വിഭവ സമൃദ്ധമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഭക്ഷണവും ആയിരിക്കില്ല അവർക്ക് കൊടുക്കുന്നത്. അവരുടെ ആ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് അവരുടെ ഫിസിഷ്യൻസ് റിട്ടേൺ ചെയ്തിരിക്കുന്ന ഓർഡർ എന്താണോ അതിനനുസരിച്ചുള്ള ഡയറ്റ് പ്ലാനുകൾ അല്ലെങ്കിൽ അതിനനുസരിച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള ഭക്ഷണങ്ങളായിരിക്കണം ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് പ്രിപ്പയർ ചെയ്ത് നൽകാനായിട്ട്. നെക്സ്റ്റ് വൺ നോക്കിയേ, അറേഞ്ച് ആൻഡ് ക്യാരി പേഷ്യൻസ് തെറാപ്പി. എന്ത് ചെയ്യുക, പേഷ്യൻസുമായി ബന്ധപ്പെട്ട് എന്താണ് തെറാപ്പികൾ അല്ലെങ്കിൽ ഡയറ്റുമായി ബന്ധപ്പെട്ട് അവർക്ക് തെറാപ്പികളൊക്കെ എന്താണ് ചെയ്തു കൊടുക്കുക. അതുപോലെ അതിനാവശ്യമായിട്ടുള്ള അറേഞ്ച്മെന്റുകൾ ചെയ്യുക, എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ് കൊടുക്കുക. ഓരോ ഭക്ഷണ പദാർത്ഥങ്ങളും അതിന്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആളുകളെ എന്ത് ചെയ്യുക, ബോധവൽക്കരണങ്ങൾ കൊടുക്കുക, കൗൺസിലിംഗുകൾ കൊടുക്കുക. ഇതൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് നോക്കി, ട്രെയിൻ ഡയറ്ററ്റിക്സ് ഇന്റേൺ. എന്താണ് ഡയറ്ററ്റിക്സ് എന്ന് പറയുന്നത്? എന്തായിരുന്നു ഡയറ്ററ്റിക്സ്? നമ്മൾ പഠിച്ചതല്ലേ ഡയറ്ററ്റിക്സ്. ഡയറ്ററ്റിക്സ് പറഞ്ഞുപോയോ? ഡയറ്ററ്റിക്സ് എഴുതി വെച്ചതല്ലേ ഇന്നോട്ടില്ല, ഡയറ്ററ്റിക്സ് എന്താണെന്നുള്ളത്. അതായത് ഒരു ഡയറ്റ് അത് എത്രത്തോളം അതിന്റെ എഫക്റ്റ് നമ്മുടെ ഹെൽത്തിൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു നോളജ് ഓഫ് ബ്രാഞ്ച് ഓഫ് നോളജ് ആണ് അല്ലെ ഡയറ്ററ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ട്രെയിൻ ഡയറ്ററ്റിക്സ് ഇന്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെയുള്ള വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക്, അതായത് അവിടെ വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ എന്ന് പറയുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് അവർക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള ഡയറ്ററ്റിക്സ് അല്ലെങ്കിൽ ഈ ഒരു ഓരോ ഡയറ്റുകളും അത് എത്രത്തോളം നമ്മുടെ ഹെൽത്തിനെ ഇമ്പാക്ട് ചെയ്യുന്നത്, ഹെൽത്തിനെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് എന്നതിനനുസരിച്ച് എങ്ങനെയാണ് ഒരു ഡയറ്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് അവർക്ക് ഡെലിവറി ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും നമുക്ക് ജസ്റ്റ് ഒന്ന് കൂടി നോക്കാം കേട്ടോ, ടൈം തയ്യാറായി. അപ്പൊ നമുക്ക് ഇത്രയും പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ബാക്കി മൂന്നെണ്ണം കൂടി പറയാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്താ പറയുന്നത്, ഓർഗനൈസ്ഡ് പ്രിവെന്റീവ് പ്രോഗ്രാംസ് ഫോർ ദ എക്യുപ്മെന്റ്. അവിടെ വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങൾ എന്ത് ചെയ്യുക, ശരിയായ രീതിയിൽ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ആ കംപ്ലൈന്റ്സ് ഒക്കെ മാറ്റി മെയിൻ്റെനൻസ് ഒക്കെ എപ്പോഴും നടത്തി നല്ല ഗുഡ് കണ്ടീഷൻ ആയിട്ട് എപ്പോഴും നിലനിർത്തുക. രണ്ടാമത് പറഞ്ഞാൽ സപ്ലൈ ദ ബെസ്റ്റ് ഫുഡ് അറ്റ് കൺസിസ്റ്റന്റ് റേറ്റിൽ, സ്ഥിരമായിട്ടുള്ള ഒരു വില നിലനിർത്തിക്കൊണ്ട് തന്നെ നല്ല ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള ഭക്ഷണങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് പറഞ്ഞാൽ എന്താ, വൈറ്റ് സ്പെസിഫിക്കേഷൻ. നമ്മുടെ ആ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ഏത് ഐറ്റംസ് ആണോ പർച്ചേസ് ചെയ്യുന്നത് അത് പർച്ചേസ് ചെയ്യുക. അതെന്ത് ചെയ്യുക, റെസിപ്റ്റ് സപ്ലൈസ് വരുന്ന സാധനങ്ങൾ സ്വീകരിക്കുക. ആ സ്വീകരിക്കുന്ന സമയത്ത് അതിന്റെ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ചെക്ക് ചെയ്തതിനു ശേഷം സ്റ്റോർ ചെയ്ത് വെക്കുക. നെക്സ്റ്റ് പറയുന്ന മേക്ക് പോർഷൻ, അറേഞ്ച്, അസംബിൾ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഫുഡ്. എന്താണ്, ഭക്ഷണങ്ങൾ പ്രിപ്പയർ ചെയ്യുക, അത് എത്ര ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ എത്ര പോർഷൻ ആയിരിക്കണം എന്നുള്ളത് കൺസിഡർ ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് ഭക്ഷണങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ അതെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവന്നതിന് ശേഷം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു.
നെക്സ്റ്റ് നോക്കി എന്താണ് ഓരോ പേഷ്യൻസിന്റെയും അവരുടെ ആ ഒരു ന്യൂട്രീഷണൽ ആവശ്യകതകൾക്കനുസരിച്ചുള്ള റെസിപ്പികൾ ഡെവലപ്പ് ചെയ്യുക. നെക്സ്റ്റ് പറഞ്ഞ എന്താ ഓരോ പേഷ്യൻസിന്റെയും ഡിഫറെന്റ് കണ്ടീഷൻസ് ആണ് അല്ലെ, അവരുടെ ആ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ആ ഡയറ്റ് ഫോളോ ചെയ്യുന്നത് വഴി ആ ഡയറ്റ് എത്രത്തോളം എന്താണ് ഇമ്പോർട്ടൻസ് അവരുടെ ആ ഒരു ചികിത്സയിൽ ഉണ്ടാക്കുന്നുണ്ട്, ആ ഒരു ചികിത്സപരമായിട്ട് ഇവര് ഡയറ്റ് ഫോളോ ചെയ്യുന്നത് വഴി അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. നെക്സ്റ്റ് പറയുന്നതാണ് അവരുടെ ഓരോ പേഷ്യൻസിന്റെയും അവരുടെ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട് അവരുടെ നോർമൽ ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ് അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഡയറ്റ് എന്താണ് ഫോളോ ചെയ്യുന്നത്, അവർ എവരിഡേ ഫോളോ ചെയ്യുന്ന ഡയറ്റ് പാറ്റേണിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് നല്ല നല്ല ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തി നല്ല ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് അവരെ സഹായിക്കുക. നെക്സ്റ്റ് എന്താണ് എവരിഡേ ഫംഗ്ഷൻ ഓഫ് ദ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് എന്ത് ചെയ്യുക, മീൽസും അതുപോലെ സ്നാക്സും ഒക്കെ പ്രിപ്പയർ ചെയ്ത് നൽകുക. ഇനി അത് എങ്ങനെയായിരിക്കണം, സ്ട്രിക്ട് ഗൈഡ്ലൈൻസ്, അതായത് അവരെ കൺസൾട്ട് ചെയ്ത അല്ലെങ്കിൽ അവർ കണ്ടിരിക്കുന്ന ആ ഫിസിഷ്യൻസിന്റെ റിട്ടേൺ ഓർഡേഴ്സ് പ്രകാരം സ്ട്രിക്ട് ഗൈഡ്ലൈൻസ് അല്ലെങ്കിൽ വളരെ നിയന്ത്രണങ്ങളും എന്താണ് നിർദ്ദേശങ്ങളും ഒക്കെ അനുസരിച്ചുള്ള ഭക്ഷണങ്ങളായിരിക്കണം അവർക്ക് പ്രിപ്പയർ ചെയ്ത് നൽകാനായിട്ട്. അതുപോലെ എന്താണ് പേഷ്യൻസിന്റെ തെറാപ്പി, അതുപോലെ എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗുകളൊക്കെ നൽകേണ്ടത് ഇതിനുള്ളിൽ വരുന്ന കാര്യങ്ങളാണ്. ഞാൻ എന്താ പറഞ്ഞ ട്രെയിൻ ഡയറ്ററ്റിക്സ് ഇന്റേൺസ്, അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫുകൾക്കും ഓരോ ഡയറ്റുകളും അത് എത്രത്തോളം നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് അതിനനുസരിച്ചുള്ള ഭക്ഷണങ്ങൾ പ്രിപ്പയർ ചെയ്യാനും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഒക്കെ ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. Next നോക്കിയേ, give directions to nurses, medical and dental students about principles of nutrition and diet therapy. അവിടെയുള്ള നേഴ്സസ് അതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് ഡെന്റൽ സ്റ്റുഡൻസിന് എന്ത് ചെയ്യുക, അബൌട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റ് തെറാപ്പി. ഡയറ്റ് തെറാപ്പിയുടെയും അതുപോലെ അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ പ്രിൻസിപ്പിൾസ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ന്യൂട്രീഷൻസ് പരമായിട്ടുള്ള കുറെ തത്വങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ, ഭക്ഷണങ്ങളിൽ കുറെ എണ്ണം ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്, അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഡയറക്ഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ വഴികൾ കാണിച്ചു കൊടുക്കേണ്ടത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ ആണ്. നെക്സ്റ്റ് നോക്കി, കൊളാബറേറ്റ് വിത്ത് മെഡിക്കൽ സ്റ്റാഫ് ഇൻ അറേഞ്ചിങ്, പ്രിപ്പയറിംഗ് ആൻഡ് സർവിംഗ് എക്സ്പെരിമെന്റൽ മെറ്റബോളിക് റിസർച്ച് ഡയറ്റുകൾ. അതായത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് റിസർച്ചുകൾ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ പുതിയ ഡയറ്റുകൾ പ്രിപ്പയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള കുറെ കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോഴൊക്കെ അതെന്ത് ചെയ്യുക, എക്സ്പെരിമെന്റ് ആയിട്ട് ചെയ്ത് നോക്കണം അല്ലെ. അതിനനുസരിച്ച് അതാണ് മെറ്റബോളിക് റിസർച്ച് ഡയറ്റുകൾ എന്ന് പറയുന്നത്. അതായത് അതുമായി ബന്ധപ്പെട്ട റിസർച്ചുകൾ, ആ റിസർച്ചുകൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ എക്സ്പെരിമെന്റുകൾ ചെയ്യാനും ഓരോ ഐറ്റംസ് അറേഞ്ച് ചെയ്യാനും പ്രിപ്പയർ ചെയ്യാനും ഒക്കെ അവിടെയുള്ള മറ്റ് മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ട് ഒരു കൊളാബറേഷൻ അല്ലെങ്കിൽ ഒരു സഹകരണ മനോഭാവത്തോടെ പോയി അവരുമായി സഹകരിച്ചുകൊണ്ടായിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ലാസ്റ്റ് നോക്കിയേ, ടു കീപ് ഗുഡ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഓഫ് ഓൾ പേഷ്യൻസ്, എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് ഫോർ അറേഞ്ചിങ് മെനൂസ്, പ്രിപ്പയറിംഗ് സർവിംഗ് ഫുഡ് ആൻഡ് മാനേജിംഗ് മീൽസ്. ഇനി എന്താണ് ഒരു ഗുഡ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ്, എല്ലാ പേഷ്യൻസിനും ഒരു നല്ല രീതിയിലുള്ള പോഷകാഹാരവുമായി ബന്ധപ്പെട്ട നല്ലൊരു ലെവലിൽ അവർ നിൽക്കണം വേണ്ടേ. ടു കീപ് ഗുഡ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ്, അവരുടെ ആ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിലുള്ള മികച്ചതായിട്ടുള്ള പോഷകപ്രദമായിട്ടുള്ള ആവശ്യകതകളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ആളുകളാവണം. അതിന് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് ഫോർ അറേഞ്ചിങ് മെനൂസ് അല്ലെ, അതിനാവശ്യമായിട്ടുള്ള മെനൂസ് അറേഞ്ച് ചെയ്യുക അല്ലെ. ഓരോ മെനൂസ് ഭക്ഷണം പ്രിപ്പയർ ചെയ്യണമെങ്കിൽ മെനു വേണമല്ലോ, അപ്പൊ അതിനുള്ള മെനൂസ് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് അതന്നെ അറേഞ്ച് ചെയ്യുക, സെർവിങ് ഫുഡ് സെർവ് ചെയ്യുക, അതുപോലെ മീൽസ് എങ്ങനെയാണെന്ന് അത് ഓരോന്നും എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ളത് കൂടി ഈ ഒരു ഫംഗ്ഷനിൽ വരുന്നതാണ്, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിലെ ഫംഗ്ഷനിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഈ ഫംഗ്ഷൻസ് ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. കിട്ടാത്ത കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നുകൂടി ഡിസ്കസ് ചെയ്തിട്ട് പുതിയൊരു പോർഷനിലേക്ക് പോവാം കേട്ടോ. ഓക്കെ, ഓക്കെ, ഇപ്പൊ വൈൻഡപ്പ് ചെയ്തോട്ടെ. താങ്ക് യു മാം. താങ്ക് യു. Thank you, ma'am.